എല്ലാ സുവിശേഷങ്ങളിലും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കർത്താവിൻ്റെ അത്ഭുതമാണ്, അല്ലെങ്കിൽ അടയാളമാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതായ ചരിത്രം. അതിനകത്ത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നുള്ള വേദഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. കാര്യം ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ അതിനോട് ചേർന്നുണ്ട്. എങ്കിലും നമ്മൾ ബേസിക് ടെക്സ്റ്റായിട്ട് എടുത്തിരിക്കുന്നത്, അടിസ്ഥാന വേദഭാഗമായിട്ട് എടുത്തിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായമാണ്. ദൈവത്തിൻ്റെ വചനം കൊണ്ടുവന്നിട്ടുള്ളവരൊക്കെ വചനം കയ്യിൽ എടുത്തു വച്ചിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന വേദഭാഗങ്ങളൊക്കെ നമുക്ക് ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലും, യോഹന്നാൻ 6, മത്തായി 14, മർക്കോസ് 6, ലൂക്കോസ് 9, ഈ അധ്യായങ്ങളിലെല്ലാം യേശു കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതായ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അത് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. അപ്പോൾ അടിസ്ഥാനപരമായി യേശുവിങ്കലേക്ക് ഈ ജനത ആകർഷിക്കപ്പെട്ടതിൻ്റെ ഒരു കാരണം എന്താണ്? അവൻ രോഗികളിൽ ചെയ്യുന്നതായ അടയാളങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങളാണ്. അപ്പോൾ അതൊരു അട്രാക്ഷൻ എന്ന നിലയിൽ അവർ എന്തുവാ സംഭവിക്കുന്നതെന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് ശരിക്കും പോകുന്നത്. അത് തെറ്റല്ല, അതിനെ ഞാൻ തെറ്റെന്ന് പറയുന്നില്ല. പക്ഷേ അങ്ങനെ പോകുന്ന ജനങ്ങൾ ഇന്നും പറ്റുന്ന പ്രശ്നം ഇതാണ്. അടയാളങ്ങളും അത്ഭുതങ്ങളും എവിടെയൊക്കെ ഉണ്ടോ അവിടെല്ലാം ഭയങ്കര ആളാണ്. പക്ഷേ ആത്മീക സത്യങ്ങൾ അങ്ങനെയുള്ളവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് രോഗശാന്തി ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിസൈപ്പിൾഷിപ്പ് പഠിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞത്, ഇതോടെ എൻ്റെ യോഗത്തിൽ ആൾ വരാതായിരുന്നു. ശിഷ്യത്വമില്ലാത്ത ക്രിസ്ത്യാനിത്വമാണ് ഇന്ന് ആളുകളെ, ഇന്നത്തെ ക്രൂസൈഡുകാരും ടി വിക്കാരും പഠിപ്പിക്കുന്നത്. എന്നാൽ ശിഷ്യത്വമില്ലാതെ ക്രിസ്ത്യാനിത്വം ഇല്ല. അത് ഞാൻ ആഫ്രിക്കയിലാണെന്ന് നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാം. ആഫ്രിക്കയിലൊക്കെ എത്രയോ അത്ഭുതങ്ങൾ ഈ ദുർമന്ത്രവാദികൾ നടത്തുന്നുണ്ട്. നമ്മളെ ഈ ക്രൂസൈഡ് നടക്കുന്നതിൻ്റെ 10 ഇരട്ടി അത്ഭുതമെങ്കിലും അവരുടെ മന്ത്രവാദ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അത്ഭുതങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു ജനതയാകുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, യേശുവിൻ്റെ പിന്നാലെ പോകുന്ന ഒരു ജനതയാകുവാനാണ്. അപ്പോൾ അത്ഭുതങ്ങൾ കണ്ടിട്ടാണ് ഈ ജനത വന്നതെങ്കിലും ഈ ജനത ദൈവവചനം കേൾക്കാനും തയ്യാറായി. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ നേരം വൈകിയിട്ടും ഇവരാരും വീട്ടിൽ പോകാഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? അവർ വചനം കേൾക്കാൻ താല്പര്യത്തോടുകൂടെ, ഒരു പക്ഷേ ക്യൂരിയോസിറ്റി കൊണ്ട് അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞു കേട്ട് വന്നതായിരിക്കാം. എന്നാൽ അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞു കേട്ട് വന്നപ്പോൾ തന്നെ ദൈവം അല്ലെങ്കിൽ യേശു കർത്താവ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ വചനങ്ങൾ കേൾക്കാനുള്ള ആഗ്രഹത്തോടു കൂടെ അവരവിടെ ഇരുന്നു. അങ്ങനെ ഈ ജനത വലിയ പുരുഷാരമാണ്. 5000 പുരുഷന്മാരുണ്ടായിരുന്നെന്നാണ് നമ്മൾ പറയുന്നത്. 5000 പുരുഷന്മാരെന്ന് പറയുമ്പം ഒരു 5000 സ്ത്രീകളും കൂടെ ഉണ്ടെന്നങ്ങ് വെച്ചോ. ഇവിടെയാണെങ്കിൽ സ്ത്രീകളില്ലയോ കൂടുതൽ. അപ്പോൾ 5000 പുരുഷന്മാരും 5000 സ്ത്രീകളും ഒരു 10,000-2000 പിള്ളേരും കൂടെ കൂട്ടിയാൽ, ഞാനൊരു കണക്കങ്ങ് പറഞ്ഞത്, അവിടെ എഴുതിയിട്ടുള്ളത് ഒരു 12,000 പേരെങ്കിലും യോഗത്തിനുണ്ട്. അങ്ങനെ വലിയ പുരുഷാരം ദൈവവചനം കേട്ടുകൊണ്ടിരുന്നതായ സമയത്ത് നമ്മളവിടെ കാണുന്നത് ജനം കൂടി വന്നു, അല്ലെങ്കിൽ ജനം അവിടെ കൂടി വന്നിട്ട് തിരിച്ചു പോകാതിരുന്നപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം. ശിഷ്യന്മാർ അതൊരു വലിയ ബേർഡനായിട്ടാണ് കാണുന്നത്. നമ്മൾ മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ 14-ാം അധ്യായത്തിലാണല്ലോ നമ്മൾ ഈ വേദഭാഗം കാണുന്നത്. അതിൻ്റെ 14-ാം അധ്യായത്തിൽ അതിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ,
നേരവും വൈകി പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൈക്കൊള്ളുന്നതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്നിട്ട് പറയുകയാണ്, കർത്താവേ, ഇതിപ്പോൾ ആകെപ്പാടെ ശല്യമാകും, ഇനി ഇതുങ്ങളെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഇവന്മാർക്കെല്ലാം ഭക്ഷണം കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് പറഞ്ഞു വിട്ടേരെ. ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ജനത ഒരു ബേർഡനാകുകയാണ്, ഒരു ഭാരം. നമുക്കും പലപ്പോഴും വിശക്കുന്നവരൊക്കെ ഒരു ബേർഡനാവുകയാണ്, സഹോദരങ്ങൾ ഒരു ബേർഡനാവുകയാണ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സഹോദരൻ ഒരു ബേർഡനാണെന്ന് ചിന്തിക്കുന്നത്. സഹോദരൻ പോകട്ടെ, സ്വന്തം അപ്പനും അമ്മയും ഒരു ബേർഡനാണെന്നാ ഇന്നത്തെ പിള്ളേരുടെ ചിന്ത. പിന്നെ തിരിച്ചുകൊണ്ട് പിള്ളേരൊരു ബേർഡനാണെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരായ മാതാപിതാക്കളും ഇപ്പോഴുണ്ട്. എല്ലാവരും അന്യോന്യം പറയുന്നത് ഇതൊരു ഭാരമായല്ലോ. ഈ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് പറയുക, എൻ്റെ കർത്താവേ, ഇനി ഇപ്പോൾ ഇവന്മാരെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ പണിയാകും, പണി കിട്ടും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവന്മാരെ നേരത്തെ കാലത്തെ വീട്ടിൽ പറഞ്ഞു വിടാൻ നോക്ക്, അവർ പോയി ഭക്ഷണമൊക്കെ കഴിച്ചോണ്ട് പൊക്കോട്ടെ. നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ, പലപ്പോഴും നമ്മളും ഇങ്ങനെയല്ലേ? പ്രയാസത്തിലിരിക്കുന്നവരെ, കഷ്ടത്തിലിരിക്കുന്നവരൊക്കെ നമുക്കൊരു ഭാരമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഞാൻ ഇടയ്ക്ക് കയറി പറയുക, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സഹോദരനെ ഒരു ഭാരമായി കണക്കാക്കാനല്ല. ഞാൻ ആഫ്രിക്കയിലെ ഒരു സ്റ്റോറി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ആഫ്രിക്കയിൽ ഇൻവാലിഡായിട്ടുള്ള 2 കൈയും കാലും തളർന്ന ഒരു പയ്യൻ, അവനെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് അവൻ്റെ സഹോദരനാണ്. ഈ ആഫ്രിക്കയിലൊക്കെ ഈ ആളുകളെല്ലാം ഈ പുറത്ത് ഒരു പുതപ്പ് പോലെ കെട്ടിയിട്ട് പിള്ളേരെയൊക്കെ പുറത്തിട്ടുണ്ടാകും, ഇവർ ഡാൻസ് ചെയ്യുന്നത് പോലും പുറത്ത് കെട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇവൻ്റെ അനിയനെ ഇവൻ ഈ പുറത്ത് കെട്ടിയിട്ടുകൊണ്ട് 8 കിലോമീറ്റർ അങ്ങോട്ടും 8 കിലോമീറ്റർ ഇങ്ങോട്ടും അവനെ ചുമ്മിക്കൊണ്ട് നടന്ന് സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരു മിഷണറി ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇവനോട് സംസാരിച്ച കൂട്ടത്തിൽ അയാൾ സഹാനുഭൂതി കൊണ്ടാണ് എന്തോ ചോദിച്ചു. ഓ, ഇറ്റ് ഈസ് വണ്ടർഫുൾ, യു ആർ ടേക്കിംഗ് ദിസ് ബേർഡൻ ദിസ് മച്ച്, റൈറ്റ്? നീ ഈ ഭാരം, ഇത്രയും വലിയ ഭാരം നീ ചുമക്കുകയല്ലേ? ഈ കൊച്ചി ചെറുക്കൻ്റെ ഭാവം ഒന്ന് മാറി. മിസ്റ്റർ, ദിസ് ഇസ് നോട്ട് എ ബേർഡൻ, ദിസ് ഇസ് മൈ ബ്രദർ, യു നോ. അതുപോലെ മിഷണറിയോട് വലിയ സ്നേഹത്തിലൊക്കെ സംസാരിച്ചവൻ ഈ ഭാരം നീ ചുമക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആഫ്രിക്കയിലെ ചെറുക്കൻ പറഞ്ഞു, മിസ്റ്റർ, സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം, ഹി ഈസ് നോട്ട് എ ബേർഡൻ. എന്താണ്? അവനെൻ്റെ സഹോദരൻ, അവനെനിക്ക് ഭാരമൊന്നുമല്ല. ആഫ്രിക്കക്കാരനായ ഈ കൊച്ചി ചെറുക്കൻ്റെ മനോഭാവം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ശിഷ്യന്മാർക്ക് അതൊരു ബേർഡനാണ് എന്നുള്ള നിലയിലാണ് അവർ പറയുന്നത്. കർത്താവ് അവരോട് പറയുന്നുണ്ട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഫിലിപ്പോസിനോട് ചോദിക്കുന്നതായ ഒരു ചോദ്യം, അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇതവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് യേശു അറിഞ്ഞിരുന്നു. അപ്പോൾ കർത്താവ് ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് നമുക്ക് ഇവർക്ക് ഭക്ഷണം വാങ്ങാൻ കഴിയുന്നത്? ഇവൻ്റെ മനസ്സൊന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഉടനെ തന്നെ ഇവൻ പറഞ്ഞു, അത് കർത്താവേ, ഞാൻ കണക്കെല്ലാം കൂട്ടി നോക്കിയിട്ട് ഏകദേശം 200 പണമെങ്കിലും ഉണ്ടെങ്കിലേ അല്പം കൊടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അവൻ പെട്ടെന്നൊരു പ്രോജക്റ്റ് തയ്യാറാക്കി. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രോജക്റ്റ്. എന്തോ പറഞ്ഞാലും പ്രോജക്റ്റാണ്, അതിൻ്റെ പിരിവും. എവിടെ ചെന്നാലും ഇതേ കാണാനുള്ളൂ. എന്താണ്? പ്രോജക്റ്റും പിരിവും. ഞാൻ ആഫ്രിക്കയിൽ ചെന്നപ്പോൾ പലപ്പോഴും ഈ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് യുവർ പ്രോജക്റ്റ്? നീ എന്തോ പ്രോജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രോജക്റ്റുമായിട്ടും വന്നിരിക്കുകയല്ല. കർത്താവ് എന്നോട് ആഫ്രിക്ക വരാൻ പറഞ്ഞു, ഞാനിങ്ങോട്ട് പോകുന്നു. പിന്നെ ഞാനൊരു ഫോറിനർ ആയതുകൊണ്ട് അവിടെ മിക്ക ശുശ്രൂഷകരും എന്നെ കാണുമ്പോഴൊക്കെ പറയും, വി ഹാവ് എ പ്രോജക്റ്റ്, ക്യാൻ യു ഹെൽപ്പ് അസ്? ക്രിസ്ത്യാനിത്വത്തിൽ മുഴുവൻ ഇതുപോലെ പ്രോജക്റ്റായി വന്നിരിക്കുക. ഈ ഫിലിപ്പോസും ഇപ്പോൾ ഒരു വലിയൊരു പ്രോജക്റ്റ് കൊണ്ടുവരിക. 5000 പേർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ എത്ര രൂപ വേണം, അതിന് എവിടെ നിന്നൊക്കെ സ്വതരാഴ്ച എടുത്താൽ പറ്റും, പ്രോജക്റ്റാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന്
രാഷ്ട്രീയക്കാരെ പോലെയോ മറ്റ് ഓർഗനൈസേഷൻസിനെ പോലെയോ റോട്ടറി ക്ലബ്ബ് പോലെയോ ലയൺസ് ക്ലബ്ബ് പോലെയോ ഒക്കെ ആയിപ്പോയി. അവരെല്ലാം സെക്യുലറായിട്ട് ചിന്തിക്കുന്നവരാണ്. നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നമുക്കൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. അല്ലാതെ ഉടനെ തന്നെ പ്രോജക്റ്റ് ഉണ്ടാക്കി പൈസ പിടിക്കുന്നതല്ല ക്രിസ്തീയ സ്വഭാവം. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ സഭകളിലും ഇന്ന് ഈ സെക്യുലർ മൈൻഡ് അങ്ങ് കയറി കിടക്കുകയാണ്. അതുകൊണ്ട് പറയാണ്, ഒരു 200 പണം ഉണ്ടെങ്കിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ശരിയാകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ അന്ത്രയോസ് നമ്മൾ കാണുകയാണ്, ഫിലിപ്പോസ് കഴിഞ്ഞ 8-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാരിൽ ഒരുത്തനായി ശിമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ. അപ്പോൾ ഈ പയ്യനെ സംബന്ധിച്ചിടത്തോളം അന്ത്രയോസ് നോക്കിയപ്പോൾ ഈ ചെറുക്കൻ്റെ 5 അപ്പവും 2 മീനും ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന് തിന്നാൻ വേണ്ടി അവൻ്റെ അമ്മ കൊടുത്തു വിട്ടതായിരിക്കും, അല്ലാതെ ഏതാണെങ്കിലും 5000 പേർക്ക് കൊടുക്കാനൊന്നും കൊടുത്തു വിട്ടതല്ലല്ലോ. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം ഈ ചെറുക്കൻ്റെ ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. അവനത് തിന്നാതെ നോക്കിയിരുന്നില്ല. അവൻ ചുറ്റും നോക്കിയപ്പോൾ ആർക്കും ഭക്ഷിക്കാനില്ല. അതുകൊണ്ട് അവനും എന്ത് ചെയ്തില്ല, ഭക്ഷിച്ചില്ല. നമ്മുടെ പിള്ളേർ വല്ലതും അങ്ങനെയാണോ നമ്മുടെ പിള്ളേരെ നമ്മൾ വളർത്തിയത്? ഞാൻ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അവനെയല്ല, അവൻ്റെ അമ്മയാണ്. അവൻ്റെ അമ്മ അവനെ എത്ര കൃത്യമായിട്ട് പഠിപ്പിച്ചു. നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്ര ജാഗ്രതയോടുകൂടെ ദൈവിക സ്വഭാവം പഠിപ്പിക്കണം എന്ന് തന്നെയല്ല. അന്ത്രയോസ് വന്നപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ആകപ്പാടെ ഇതേ ഉള്ളൂ യജമാനെ, എടുത്തു, എന്താന്ന് വെച്ചാൽ ചെയ്യുക, യേശുവിൻ്റെ കയ്യിൽ കൊടുക്ക്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വാർത്ഥതയില്ലാത്ത ഒരു ചെറുക്കനാണ്. അവന് പക്ഷേ യേശുവിൻ്റെ പ്രസംഗം കേട്ടോണ്ടിരിക്കുകയല്ലേ. യേശുവിൻ്റെ പ്രസംഗം കേട്ട് രൂപാന്തരം വന്ന ഈ ചെറുക്കനെ ഉള്ളതെന്ന് എൻ്റെ ഇന്ന് കാര്യം. അവൻ എന്ത് ചെയ്തു? അവൻ സ്വാർത്ഥതയില്ലാതെ പെരുമാറി. അവൻ ഉള്ളതും കൂടെ പങ്കുവയ്ക്കാനായിട്ട് തയ്യാറായി. കർത്താവ് പറഞ്ഞു, ഓക്കെ, ദാറ്റ് ഈസ് ഗുഡ്, ആളുകളെ ഇരുത്ത്. കർത്താവ് ആ 5 അപ്പവും 2 മീനും അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ 5 അപ്പവും 2 മീനും ഇല്ലായിരുന്നെങ്കിൽ യേശുവിന് ബാക്കിയുള്ളവരെ പോറ്റുവാനും പുലർത്താനും കഴിയുകയില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? അല്ല. കർത്താവിന് തീർച്ചയായും ഈ ചെറുക്കൻ്റെ സഹായമില്ലെങ്കിലും ഈ കാര്യം ചെയ്യാൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ടവരായ നമ്മളെ കൂടെ അവൻ്റെ പ്രവൃത്തിയിൽ പങ്കാളിയാക്കുന്നു എന്നുള്ളതാണ്. God is inevitable for us, but we are not inevitable for God. നമ്മൾ ദൈവത്തിന് ഇന്നവിറ്റബിൾ അല്ല, അല്ലെങ്കിൽ ഒരു അനിവാര്യതയല്ല. നമ്മളിൽ നിന്ന് ദൈവം എന്തെങ്കിലും സ്വീകരിച്ചാൽ അത് ദൈവം നമ്മളോട് കാണിക്കുന്ന കാരുണ്യമാണ്. അതെന്ത് കാര്യമാണെങ്കിലും നിങ്ങളൊരാളെ സഹായിക്കുമ്പോൾ നിങ്ങളത് ദൈവത്തിന്, അല്ലെങ്കിൽ ഈ നിങ്ങൾ പള്ളിക്ക് കാശ് കൊടുത്താലും മിഷൻ പ്രവർത്തനത്തിന് കാശ് കൊടുത്താലും നിങ്ങൾ കാണിക്കുന്ന ഔദാര്യമൊന്നും അല്ലാതെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു ഗുണവും നിങ്ങൾക്കുണ്ടാകത്തില്ല. ദൈവം അത് വാങ്ങിച്ചതായിട്ട് കണക്കെടുത്തുമില്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ദൈവം പണം വാങ്ങിച്ചാൽ അത് ദൈവം നിങ്ങളോട് കാണിക്കുന്ന ഒരു ഔദാര്യമാണ്. നമുക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുമ്പോൾ മോളിൽ നിന്ന് താഴോട്ടല്ലേ ഇട്ട് കൊടുക്കുന്നത്. സ്വോത്രാഴ്ച ഇടുന്നത് പോലും അങ്ങനെയാണല്ലോ. ഇപ്പോൾ നാളെ സ്വോത്രാഴ്ച മാറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. സ്വോത്രാഴ്ച ഇടുന്നത് മോളിൽ നിന്ന് താഴോട്ടാണ്. ഇത് നമ്മുടെ ഒരു മനോഭാവമാണ്. കൊടുക്കുന്നവൻ്റെ കൈ മോളിലും വാങ്ങിക്കുന്നവൻ്റെ കൈ താഴെ. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ ഭാരതീയ പശ്ചാത്തലത്തിൽ നമ്മൾ അർപ്പിക്കുകയാണ്. വാരി ദൈവത്തിൻ്റെ മുമ്പിലോട്ട് കാണിച്ചിട്ട് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കൈ മുകളിലും നമ്മുടെ കൈ താഴെയുമായിരിക്കണം. അങ്ങനെ വേണം കൊടുക്കാൻ. അല്ലാതെ മുകളിൽ നിന്ന് താഴോട്ടിട്ടല്ല. താഴോട്ടിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനോഭാവത്തോടെയല്ല നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ. ഈ പയ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഔദാര്യമില്ലാതെ, അവൻ്റെ സഹായമില്ലാതെ കർത്താവിനത് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ ഒരു മഹാകരുണയാണ് നമ്മളെ അവൻ്റെ പങ്കാളിയാക്കുവാൻ ദൈവം തയ്യാറാകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം മിഷണറീസിന് വേണ്ടി ഒരു ചെറിയ ടോക്ക് എടുത്തു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മിഷൻ പോലും
നമ്മൾ കാണിക്കുന്ന ഒരു ഔദാര്യമല്ല. പലപ്പോഴും ആളുകൾ എന്ന് പറയും, ഇന്ത്യയിൽ അത്രയോ ആളുകൾ മരിക്കുന്നു, നിങ്ങൾ പോകുമോ? ഒരു ത്യാഗം ചെയ്യ്, ഒരു സാക്രിഫൈസ് എന്നുള്ള നിലയിലാണ് പലരും മിഷന് പോകുന്നത്. പക്ഷെ മിഷന് പോകുന്നത് ഒരു സാക്രിഫൈസ് അല്ല. മിഷന് പോകുന്നത് ദൈവം നമ്മളോട് കാണിക്കുന്ന ഒരു ഔദാര്യമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ മിഷണറിമാരൊക്കെ വന്ന് അവരുടെ കഥകളൊക്കെ അങ്ങ് വിവരിക്കുമ്പോൾ എനിക്കങ്ങ് ഒരു വല്ലാത്ത ഇതാണ്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നിന്നെ, ഇപ്പം ഞാനിപ്പോൾ ആഫ്രിക്കയിൽ പോയി ചിലപ്പോൾ ആളുകളൊക്കെ പറയും, സാജി ബ്രദറെ വലിയൊരു ത്യാഗമാണ് ചെയ്തത്. എന്തോന്ന് ത്യാഗം? എൻ്റെ ചോദ്യം, എന്നോട് ഇന്ത്യ ഗവൺമെൻറ് പറയുകയാണ്, പെട്ടെന്ന് വിളിച്ചിട്ട് പറയാണ്, മലാവിയിലെ അംബാസഡറായിട്ട് ഞങ്ങൾ നിന്നെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു. ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ്. അപ്പം ഞാൻ ചിന്തിക്കുമോ, ഞാൻ ഇന്ത്യ ഗവൺമെൻറ് ചെയ്യുന്ന ഒരു ഔദാര്യമാണോ അതോ ഗവൺമെൻറ് എനിക്ക് ചെയ്യുന്ന ഔദാര്യമാണോ? ഗവൺമെൻറ് എനിക്ക് ചെയ്യുന്ന ഔദാര്യമാണ്. 130 കോടി ജനങ്ങളുള്ളതിനകത്ത് എന്നെ എല്ലാം പറഞ്ഞു വിട്ടുള്ളോ മലാവിക്ക്? ഇതുപോലെ ഞാനും ആലോചിക്കുന്ന ഇതാ, ആഫ്രിക്കയ്ക്ക് എന്നെ ദൈവം പറഞ്ഞു വിട്ടില്ലേ? അത് കർത്താവ് എന്നോട് കാണിച്ച ഒരു ഔദാര്യം, അല്ലാതെ ഞാൻ കർത്താവിനോട് കാണിച്ച ഔദാര്യമൊന്നും അല്ല. അത് ഏത് മിഷനറി ആണെങ്കിലും ദയവ് ചെയ്ത് ഒരു ത്യാഗം ചെയ്യുന്നെന്നുള്ള നിലയിൽ ആരോടും ചെന്ന് പറയരുത്. വല്ലവരും അവരെക്കുറിച്ച് പറയുന്നെങ്കിൽ പറഞ്ഞോ. ഞാൻ സി.ടി. സ്റ്റഡിൻ്റെ കാര്യം പലപ്പോഴും പറയാറുണ്ട്. സി.ടി. സ്റ്റഡ് ലോകത്തിൽ മിഷൻ പ്രവർത്തനത്തിന് പോയവരിൽ ഏറ്റവും ധനികനായിരുന്ന വ്യക്തിയായിരുന്നു. കൊട്ടാരം പോലുള്ള വീടും, ഇന്ത്യയിൽ ഏക്കർ കണക്കിനല്ല കിലോമീറ്റർ കണക്കിന് തോട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ പിതാവിനുണ്ടായിരുന്നു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ അവരുടെ ക്രിക്കറ്റിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ഇംഗ്ലണ്ടിൻ്റെ കൗണ്ടി പ്ലെയർ കളിച്ചുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തെ ദൈവം വിളിച്ചു, തനിക്കുള്ളതൊക്കെയും വെച്ച് മിഷന് കൊടുക്കാൻ പറഞ്ഞു. ഈ സമ്പത്ത് മുഴുവൻ മിഷൻ എഴുതി കൊടുത്തു. എന്നിട്ട് ഒന്നുമില്ലാതെ ചൈനയിൽ പോയി കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹം രോഗിയായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ടോട്ടലി പാരലൈസ്ഡായി. അവർ ലണ്ടനിൽ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് സി.ടി. സ്റ്റഡിനോട് പറഞ്ഞു, നീ ആഫ്രിക്കയ്ക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടുകാർ പറഞ്ഞു, എടോ ഭാര്യയെ നോക്കുന്നതാ വലിയ സുവിശേഷ വേല, ഇയാളെ ഭാര്യ ഇവിടെ തളർന്നു കിടക്കുമ്പോൾ താൻ എന്നെ ആഫ്രിക്കയ്ക്ക് പോകുന്നെന്ന്. എടോ അതൊന്നും അല്ല സുവിശേഷ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെ നോക്കണം. ശരിയാ പറയുന്നത്. പക്ഷെ അവരിരുന്ന് പ്രാർത്ഥിച്ച് എന്ത് ചെയ്യണം? ആ സ്ത്രീ പറഞ്ഞു, ചാൾസ്, ഞാൻ 1-to-1 അറ്റൻഷൻ വേണ്ട ഒരു പേഷ്യൻ്റാണ്. എനിക്കൊരാളുടെ സഹായം ഉണ്ടായാലേ പറ്റൂ, അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നാൽ എനിക്കൊരു ഹോം നേഴ്സ് മതി. പക്ഷേ ആഫ്രിക്കയിൽ ഹോം നേഴ്സ് പറ്റത്തില്ല. നിങ്ങൾ കർത്താവിന് വേണ്ടി അവിടെ പോകണം. ഞാൻ താമസിക്കുന്ന ടാൻസാനിയയോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ് കോങ്കോയിൽ അദ്ദേഹം വന്ന് താമസിച്ചു. ഒരു കുടില് കെട്ടി താമസിച്ചു, ഓല കൊണ്ട് കുടില് കെട്ടി. എന്നിട്ട് അദ്ദേഹം അതിന് ബക്കിംഗ്ഹാം പാലസ് എന്ന് പേരിട്ടു. ദീർഘവർഷങ്ങൾ അവിടെ അദ്ദേഹം താമസിച്ചു. അപ്പോൾ ആളുകളെല്ലാം പറഞ്ഞു, ചാൾസ്, യു ആർ മേക്കിംഗ് എ ബിഗ് സാക്രിഫൈസ്, നീ ചെയ്യുന്നത് വലിയൊരു ത്യാഗമാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയാമോ? വെൻ ഐ ലുക്ക് അറ്റ് ദ ക്രോസ്, എനിത്തിങ് ആൻഡ് എവറിതിങ് ഐ ഡു ഫോർ ഹിം ഈസ് നോട്ട് എ സാക്രിഫൈസ് അറ്റ് ഓൾ. ഞാൻ ക്രൂസിലേക്ക് നോക്കുമ്പോൾ അവന് വേണ്ടി ഞാൻ എന്ത് ചെയ്താലും അതൊന്നും ഒരിക്കലും ഒരു ത്യാഗമല്ല. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന എന്തെങ്കിലും ഒരു ത്യാഗമാണ് നമ്മൾ ചിന്തിക്കരുത്. രക്ഷിക്കപ്പെടുന്നത് പോലും ത്യാഗമാണെന്ന് ആൾക്കാരുടെ ചിന്ത. അത് ഈ പ്രസംഗിക്കുന്നവരുടെയും പ്രശ്നമുണ്ട്. നമ്മുടെ ഈ ടോൺ ഉണ്ടല്ലോ, കടന്നു വാ, നിന്റെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ നിന്ന് കർത്താവ് ഇങ്ങനെ മുട്ടുകയാ, ഒന്ന് തുറക്കുമോ? അപ്പം നമ്മൾ ചിന്തിക്കും, അങ്ങേരെ മഞ്ഞും മഴയൊക്കെ കൊണ്ട് നിൽക്കുകയല്ലോ, എന്നാൽ ഒന്ന് തുറന്നു കൊടുത്തേക്കാം എന്ന് വെച്ച് അകത്ത് കയറ്റിയാൽ ആ യേശു നിന്നെ ഭരിക്കാൻ നീ അനുവദിക്കത്തില്ല. കാര്യം നീ യേശുവിന് ഔദാര്യം ചെയ്തെന്നാണ് നിന്റെ ചിന്ത. നിന്റെ ഉള്ളിലേക്ക് യേശുവിനെ കയറ്റിയതിലൂടെ നീ യേശുവിനെ ഏതാണ്ട് ഔദാര്യം ചെയ്യുന്നു. ഈ രക്ഷിക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ ഒരു ചിന്തയുണ്ട്, അവരേതാണ്ട് വലിയ ഔദാര്യം ചെയ്യുന്നെന്ന്. ബ്രദറെ, ഞങ്ങൾ എന്തെല്ലാം പദവികൾ കളഞ്ഞിട്ട് അങ്ങോട്ട് വന്നതെന്നറിയാമോ? എന്തോ പദവിയാണ്? വെറുതെ വർത്തമാനം പറയല്ലേ. നിന്നെ നരകത്തിലോട്ട് കൊണ്ടുപോകാനുള്ള കുറച്ച് പദവികളെല്ലാം നിൻ്റെ ഉണ്ടായിരുന്നോ? അത് കളഞ്ഞെന്നും പറഞ്ഞ് എന്തിനാ ഈ വലിയ വർത്തമാനം പറയുന്നത്? ഞാനിത് ആദ്യം അങ്ങ് പറയുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആ സുവിശേഷത്തിൻ്റെ ഭാഗം ഞാൻ പറയുമ്പോൾ ആരും ദൈവത്തിനൊരു ത്യാഗം ചെയ്യുന്നതെന്ന് വെച്ച് ആരും കർത്താവിനെ സ്വീകരിക്കണ്ട.
ദൈവത്തെ സ്വീകരിക്കുവാൻ, യേശുവിനെ സ്വീകരിക്കുവാൻ, യേശുവിനെ രാജാവാക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ ദൈവം നിങ്ങളോട് കാണിക്കുന്ന ഒരു ഔദാര്യമാണെന്നുള്ള ബോധ്യത്തോടു കൂടെ വേണം നിങ്ങളത് ചെയ്യാൻ. ഇവിടെ യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ചരിത്രമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ എല്ലാം വിശദമായിട്ട് പറയുന്നില്ല. നമ്മളവിടെ കാണുന്ന ഒരു കാര്യം, ഈ അടയാളം ചെയ്തു കഴിഞ്ഞപ്പോൾ, അതായത് അതിനുശേഷം നമ്മൾ കാണുന്നത് എല്ലാവരും തിന്ന് ശേഷിപ്പിക്കുന്നതാണ്. അപ്പം എടുത്ത് വാഴ്ത്തിയിരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അറിയാമല്ലോ, സ്റ്റോറി എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പീൻ എന്ന് പറഞ്ഞു. 5 യവത്തപ്പത്തിൽ നിന്ന് ശേഷിച്ച കഷണം അവർ ശേഖരിച്ച 12 കൊട്ട നിറച്ചെടുത്തു. എല്ലാവരും ഭക്ഷിച്ചു കഴിഞ്ഞു. എല്ലാവരും ഭക്ഷിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും 12 കൊട്ട അവർ നിറച്ചെടുത്തു. അടുത്ത വാക്ക് നമ്മൾ കാണുന്നത്, അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു. കാര്യം അവർ വലിയൊരു അത്ഭുതം കാണുകയാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഇവനും തിന്നേച്ചാ പറയുന്നത്, എല്ലാവർക്കും ഭക്ഷിക്കാൻ കിട്ടി. അടുത്ത വാക്ക്, അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച മലയിലേക്ക് വാങ്ങിപ്പോയി. ഇത്രയും വലിയൊരു അത്ഭുതം നടന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? എന്നാൽ ഇവനെ പിടിച്ചങ്ങ് രാജാവാക്കിയേക്കാമോ? കാര്യം എന്താ? അവൻ ഭക്ഷണം കൊടുത്തു, എന്നാൽ പിന്നെ രാജാവാക്കിയേക്കാം. ഇത് പലപ്പോഴും പറ്റുന്ന ഒരു വലിയ പ്രശ്നമാണ്. ദൈവത്തിന് മനസ്സലിവ് തോന്നി ഏതെങ്കിലും നിന്റെ രോഗം സൗഖ്യമാക്കുകയോ, നീ ജോലിയില്ലാതെ കിടന്ന് കഷ്ടപ്പെട്ടപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ജോലി കിട്ടുകയോ ചെയ്താൽ പിന്നെ നമ്മൾ പറയും, എന്നാ പിന്നെ പള്ളി പോയേക്കാം, എന്നാ പിന്നെ പ്രാർത്ഥിച്ചേക്കാം. ഏതാണെങ്കിലും ജോലി ഇല്ലാഞ്ഞപ്പോൾ ഒരു ജോലിയൊക്കെ തന്നതല്ലേ, ഇനിയാണെങ്കിലും ഒരു ആവശ്യം വന്നാൽ വേണ്ടായോ ഇങ്ങനെ, എന്നാ പിന്നെ യേശുവിനെ അങ്ങ് സ്വീകരിച്ചേക്കാം, അവൻ രാജാവായിട്ടിരിക്കട്ടെ. അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊവൈഡർ കിങ്ങിനെയാണ് ഇവർ നോക്കുന്നത്. അതായത് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന, എല്ലാം കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് അവർ നോക്കുന്നത്, ഒരു രാജാവിനെയാണ് അവർ നോക്കുന്നത്. ഇത് ഈ യഹൂദന്മാരായ പുരുഷാരത്തെക്കുറിച്ച് മാത്രം പറയണ്ട, ഇന്നുമുള്ള ഏറ്റവും വലിയ പ്രശ്നം, എങ്ങനെയുള്ള ദൈവത്തെയാണ്, എങ്ങനെയുള്ള യേശുവിനെയാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ രോഗം സൗഖ്യമാക്കുന്ന, നിങ്ങൾക്ക് കാശ് തരുന്ന, ചിലപ്പോൾ ആളുകളൊക്കെ ചോദിക്കുമല്ലോ, ഈ വിറപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നവരൊക്കെ, ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട് നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ, ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട് നിനക്ക് ജോലി തരാനായിട്ട്, ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട് നിനക്ക് കാറ് തരാനായിട്ട്, നിന്റെ മക്കൾക്ക് അഡ്മിഷൻ തരുവാനായിട്ട്, നിന്നെ സമ്പന്നനാക്കുവാനായിട്ട്. ഈ യേശുവിനെ ആർക്ക് വേണം? ഈ യേശുവിനെ ആർക്കാണ് വേണ്ടാത്തത്? ഈ യേശുവിനെ എല്ലാവർക്കും വേണം. ശരിയല്ല? ഇതൊക്കെ അല്ലയോ നമ്മൾ കേൾക്കുന്ന സുവിശേഷ പ്രസംഗം? Am I right? ഇതാണല്ലോ നമ്മൾ കേൾക്കുന്ന സുവിശേഷ പ്രസംഗം. ഇവിടെ ഇതൊക്കെ ആയിരിക്കും കേൾക്കുന്നത്, എനിക്കറിയത്തില്ല. പക്ഷെ പ്രോബ്ലം എന്നാണെന്നറിയാമോ? യേശു പറഞ്ഞ് വേറെ പണി നോക്കാൻ പറഞ്ഞിട്ട് കർത്താവ് അങ്ങ് കയറിപ്പോയി. എന്നാണെന്നറിയാമോ? ഇവന്മാർ രാജാവാക്കുന്നത് എന്ത് പ്രതീക്ഷിച്ച? അവൻ അപ്പം കിട്ടുമെന്നും രോഗം സൗഖ്യമാകുമെന്നും പണം കിട്ടുമെന്നും ധനികനാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഒരു പ്രൊവൈഡർ കിങ്ങിനെയാണ് അവർ പ്രതീക്ഷിച്ചത്. ഇന്നും ഇതൊക്കെ തന്നെ ഇന്നത്തെ ഒരു പ്രശ്നം. അവർ പ്രസംഗിക്കുന്നതും അതാണ്, ഒരു പ്രൊവൈഡർ കിങ്ങിനെയാണ്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മളുടെ ഇന്നത്തെ പ്രസംഗകർ, ടി വിയിലെയൊക്കെ പ്രസംഗകർ ഒരു സാന്റാക്ലോസ് യേശുവിനെയാണ് പ്രസംഗിക്കുന്നത്. സാന്റാക്ലോസിൻ്റെ പ്രത്യേകത എന്നാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. വലിയൊരു കുപ്പായമുണ്ട്, ഒരു 50 പോക്കറ്റും ഉണ്ട്. ഈ 50 പോക്കറ്റിലും സമ്മാനവുമുണ്ട്. ഏത് പിള്ളേർ വന്നാലും പിള്ളേരെ ഒന്നും നോക്കത്തൊന്നുമില്ല, പിള്ളേരെല്ലാം വരും. സാന്റാക്ലോസിനെ കാണുമ്പോഴേ പിള്ളേരെല്ലാം വരും, ഓടിക്കൂടും. എല്ലാവരും സാന്റാക്ലോസിനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് സാന്റാക്ലോസ് ഉടുപ്പിൻ്റെ പോക്കറ്റിൽ നിന്ന് ഓരോ സമ്മാനം എടുത്ത് ഓരോരുത്തർക്ക് കൊടുക്കും. അതുവരെ വലിയ കുഴപ്പമില്ല, സാന്റാക്ലോസിനെ നോക്കിയിരിക്കാറുണ്ടല്ലോ. സമ്മാനം കിട്ടിക്കഴിയുമ്പോൾ സാന്റാക്ലോസിനെ അല്ല നോക്കുന്നത്, സമ്മാനമാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പറ്റുന്നത്. യേശുവിൻ്റെ കാര്യം കേൾക്കാൻ, പ്രസംഗം കേൾക്കാൻ പോകുന്നതാണ്, പക്ഷേ സമ്മാനം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നോക്കുന്നത് സമ്മാനത്തേലാണ്. പ്രസംഗിക്കുന്നവരും യേശു നിനക്ക് അത് തരും ഇത് തരുമെന്നൊക്കെയാണ് പ്രസംഗിക്കുന്നത്.
യേശു ഒരിക്കലും ഞാൻ നിനക്ക് ഇത് തരാം അത് തരാമെന്ന് പറഞ്ഞിട്ടില്ല. യേശുവിൻ്റെ ഏതെങ്കിലും പ്രസംഗത്തിൽ യേശു പ്രസംഗിച്ചപ്പോൾ പറഞ്ഞോ, നീ എൻ്റെ പിന്നാലെ വന്നാൽ ഞാൻ നിന്നെ സമ്പന്നനാക്കും, നീ എൻ്റെ പിന്നാലെ വന്നാൽ ഞാൻ നിനക്ക് ജോലി തരും എന്നെല്ലാം എന്തെങ്കിലും കാര്യം, നിനക്ക് വീട് തരും എന്ന് വല്ലോ, കാറൊക്കെ പോട്ടെ, ഒരു വീട് തരുമെന്നെങ്കിലും പറഞ്ഞോ പറ? ഇല്ല. പിന്നെ ഇവരാരാ ഇതൊക്കെ പ്രസംഗിക്കാൻ? വേദോസം അറിയാൻ വയ്യാത്ത കുറേ എണ്ണം വന്ന് പ്രസംഗിക്കും, നിനക്ക് വീട് തരും, നിനക്ക് കാറ് തരുമെന്നൊക്കെ. കർത്താവ് പറഞ്ഞത് ഇതൊക്കെ പോകുമെന്നാ. എൻ്റെ നിമിത്തം അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞാൽ, അപ്പൊ വിടാനാ കർത്താവ് പറയുന്നത്. മനസ്സിലാക്കണം, കിട്ടുമെന്നല്ല പറയുന്നത്. സ്വന്തം ജീവനെ കൂടെ പകയ്ക്കുകയും ചെയ്യാതിരിക്കുന്നവൻ എൻ്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല. കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ബ്രദറെ, 100 മടങ്ങ്. എന്താ കിട്ടുമെന്ന് പറഞ്ഞത്? എൻ്റെ നിമിത്തം അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞാൽ 100 മടങ്ങ് നിങ്ങൾക്ക് ഈ ലോകത്തിൽ കിട്ടും. എന്തോ കിട്ടും? അപ്പനെ കിട്ടും, അമ്മയെ കിട്ടും. വീടെന്ന് പറയുന്നത് ഇതല്ല, ഏതാ? കെട്ടിടമല്ല കിട്ടുന്നത്, വീട്. എന്താണെന്നറിയാമോ? കർത്താവ് പറഞ്ഞത്, എന്നെ പ്രതി നിങ്ങളുടെ അപ്പൻ. ചിലപ്പം ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് അപ്പൻ പറയും, ഇവൻ എൻ്റെ മോനല്ല. അമ്മ പറയും, ഇവനെ ഞാൻ പ്രസവിച്ചതല്ല. സഹോദരൻ പറയും, എനിക്കിങ്ങനൊരു സഹോദരനില്ല. വസ്തു വീതം വെക്കുമ്പോൾ പറയും, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും നീ പെട്ടെന്ന്. കർത്താവ് പറഞ്ഞു, പേടിക്കണ്ട. നീ ചെല്ലുന്നിടത്തൊക്കെ ആൾക്കാർ പറയും, മോനെ കുഞ്ഞെ നീ എൻ്റെ മോനാ. അനേക അമ്മമാർ പറയും, മോനെ നീ എൻ്റെ വയറ്റിൽ പിറന്നില്ലെന്നുള്ളതേ ഉള്ളടാ, നീ എൻ്റെ കുഞ്ഞാ. അതാ 100 മടങ്ങ് തരുമെന്ന് പറഞ്ഞത്. 100 കണക്കിന് അപ്പന്മാരെ തരും, 100 കണക്കിന് അമ്മമാരെ തരും, 100 കണക്കിന് വീടുകളിൽ നിങ്ങളെ സ്വീകരിച്ചിട്ട് പറയും, ദിസ് ഈസ് യുവർ ഹോം. ഈ പറയുന്ന ആളുകൾ ആരെങ്കിലും പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് 100 കണക്കിന് അമ്മമാരെ തരണമേ, എനിക്ക് 100 കണക്കിന് അപ്പന്മാരെ തരണമെന്നല്ലോ ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? ഇല്ല. വേദപുസ്തകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ പ്രസംഗിക്കുന്ന ഒത്തിരി ദുരുപദേശക്കാര് ഈ കാലയളവിൽ ഇറങ്ങിയിട്ടുണ്ട്. യേശു കർത്താവ് മനസ്സലിഞ്ഞ് അവർക്ക് ഭക്ഷണം കൊടുത്തു. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവരെ വിശക്കുന്നവരായി വിടുവാൻ എനിക്ക് മനസ്സില്ല. യേശുവിൻ്റെ അത്ഭുതങ്ങളെല്ലാം മനസ്സലിവ് കൊണ്ട് ചെയ്തതാ, അല്ലാതെ വരുത്താൻ വേണ്ടി ചെയ്തതല്ല, ആളുകളെ വരുത്താൻ വേണ്ടി ചെയ്തതല്ല. യേശു ആരെയും വിളിച്ച് ഞാൻ എന്താ ചെയ്തെന്നൊന്ന് പറഞ്ഞ് പ്രസംഗിച്ച് ഒന്നൊരു സാക്ഷ്യം പറഞ്ഞ് എന്ന് പറഞ്ഞ് മൈക്ക് കാണിച്ചു കൊടുത്തിട്ടുമില്ല. അതൊക്കെ ടി വിയിലേ കാണത്തുള്ളൂ. ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നതൊക്കെ വെറും ഗിമ്മിക്സ് ആണ്. അതിനൊന്നും കാശ് വായിച്ചു കൊടുക്കരുത്. ഈ ബ്രദർ പ്രാർത്ഥിച്ച എന്നാ ഈ ബ്രദറിന് ഇത്ര വലിയ പ്രത്യേകത? ബ്രദറിൻ്റെ പ്രത്യേകതയൊന്നുമില്ല. അവൻ്റെ പ്രതിസന്ധിയിൽ ദൈവത്തിന് മനസ്സലിവ് തോന്നി അവനെ സൗഖ്യമാക്കി, അത്രയല്ലേ ഉള്ളൂ. അതിന് ഈ ബ്രദർ എന്തോ ഇത്ര വലിയ ആള്? യേശു കർത്താവ് ഇവിടെ എന്താ കാണുന്നത്? നമ്മൾ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവര് യേശുവിനെ അല്ല സ്നേഹിക്കുന്നത്, ലഭിച്ചതിനെയാണ് സ്നേഹിക്കുന്നത്. സാന്റാക്ലോസ് യേശുവിനെയാണ് ഇന്ന് പ്രസംഗിക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും. സമ്മാനങ്ങളുമായിട്ട് വരുന്ന യേശു. പ്രശ്നം എന്താ? സമ്മാനം കിട്ടിക്കഴിയുമ്പോൾ സാന്റാക്ലോസിനെ ആളുകൾക്ക് വേണ്ടത് സമ്മാനത്തിന് വേണ്ടി മാത്രമാണ്. സാന്റാക്ലോസിനെ ആരും സ്നേഹിക്കുന്നില്ല. സമ്മാനം കിട്ടിക്കഴിയുമ്പോൾ പിള്ളേരുടെ വീട്ടിലും പിന്നെ സാന്റാക്ലോസിൻ്റെ വീട്ടിലും പോകും. അത്രേ ഉള്ളൂ റിലേഷൻ. കിട്ടുന്നതിൻ്റെ ബന്ധം മാത്രമേ ഉള്ളൂ. യേശു കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോഴും അവർക്കുണ്ടായ പ്രത്യേകത, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം. എന്തിനാ രാജാവാകുന്നത്? രാജാവാകുന്നത് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം തരണം, അത്രേ ഉള്ളൂ. കർത്താവ് രാജാവാണോ? യെസ്, ഹി ഈസ് കിങ്. എന്നാൽ കർത്താവ് സമ്മാനം കൊടുക്കുന്ന രാജാവല്ല, കർത്താവ് ഭരിക്കുന്ന രാജാവാണ്. യേശുവിനെ രാജാവാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും കിട്ടാൻ വേണ്ടി രാജാവാക്കുകയല്ല, അവൻ എന്നെ ഭരിക്കാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവൻ ഭരണകർത്താവാണ്. അങ്ങനെയാണ് യേശു രാജാവാകുന്നത്. അല്ലാതെ അപ്പം കൊടുത്തുകൊണ്ടോ രോഗം സൗഖ്യമാക്കിക്കൊണ്ടോ അല്ല. അവൻ രോഗം സൗഖ്യമാക്കും, പക്ഷെ സൗഖ്യമാക്കുന്നത് മനസ്സലിവ് കൊണ്ട് ചെയ്യുന്നതാ, അത്രയേ ഉള്ളൂ.
അങ്ങനെങ്കിലും ഇവനൊന്ന് വരട്ടെന്ന് വെച്ചൊന്നും അല്ല. അങ്ങനെ ആൾക്കാർ വരണമെന്ന് കർത്താവിനോട് നിർബന്ധവുമില്ല. യേശു ആയിരക്കണക്കിന് ആളുകളെ ഭൂമിയിലായിരുന്നപ്പോൾ സൗഖ്യമാക്കി. എന്നിട്ട് എത്ര പേരുണ്ടായിരുന്നു ക്രൂശിൻ്റെ ചവിട്ടിൽ? പറ, ഈ സൗഖ്യമാക്കി ആ ഒറ്റ ഒരെണ്ണം വന്നിട്ടുണ്ടോ? ഇല്ല. ഇനി 12 ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരിൽ ആർക്കെങ്കിലും രോഗസൗഖ്യം കിട്ടിയതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അനുഗമിച്ചവൻ രോഗസൗഖ്യം കിട്ടി വന്നവനല്ല. പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് പനിയാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ പത്രോസിന് പനിയാണെന്ന് നമ്മൾ വായിച്ചിട്ടില്ല, അല്ലേ? അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്നവൻ അത്ഭുതം കണ്ടു വന്നവനോ രോഗസൗഖ്യം കിട്ടി വന്നവനോ ഒന്നും അല്ല. യേശുവിനെ അനുഗമിക്കുന്നവൻ ക്രൂശെടുത്ത് അനുഗമിക്കുന്നവനാണ്. അല്ലാത്ത ഒരുത്തിന് അനുഗമിക്കാൻ പറ്റത്തില്ല. സമ്മാനം വാങ്ങിച്ച് സമ്മാനത്തിൽ രസിക്കുന്നവന് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാകുവാൻ കഴിയുകയില്ല. കാരണം ദൈവം വരുന്നത് പ്രൊവൈഡർ കിങ് ആയിട്ടല്ല, പ്രത്യുത ഭരിക്കുന്ന രാജാവായിട്ടാണ്. റൂളിംഗ് ജീസസ്, അതാണ് അവിടെയാണ് നമ്മൾ കാണുന്നത്. രാജാവാക്കാൻ പരിശ്രമിച്ചിട്ട് കർത്താവ് അതിന് തയ്യാറാകാതെ അവൻ വാങ്ങിപ്പോയി. ഹി വിഡ്രൂ. അവൻ നേരെ അങ്ങ് പോയി. അവൻ വാങ്ങിപ്പോയി. ഹി വിഡ്രൂ. അവൻ പോയി. യേശുവിനെ രാജാവാക്കാൻ പിടിച്ചപ്പോൾ നമ്മുടെ ഭാഷ പറഞ്ഞ അവൻ മുങ്ങി. നമ്മുടെ നാട്ടുകാരും പ്രസംഗകരും ഒന്നും അങ്ങനെയൊന്നും അല്ല. രാജാവാക്കിയില്ലെങ്കിൽ അന്നേരം അറിയാൻ പ്രശ്നം. ഈ ക്രൂസൈഡുകാരനൊക്കെ എന്തോ ആ രാജാവിനേക്കാൾ വലുതായിട്ടല്ല ജീവിക്കുന്നത്. വലിയ ബോഡി ഗാർഡും എന്തൊക്കെയാ, 4 പേര് ചുറ്റും നിന്ന് വലിയ വാഴ്ത്തിപ്പാടലും സ്തുതി പറച്ചിലും, അല്ലേ? ദ പ്രോഫറ്റ്, പ്രവാചകൻ പറഞ്ഞു. എന്തോ പ്രവാചകനാണോ ഇല്ലയോ എന്നുള്ളത് അവനല്ല പറയേണ്ടത്, ദൈവം പറയണം പ്രവാചകനാണോ ഇല്ലയോ എന്ന്. ഇങ്ങനെയുള്ള വ്യാജ പ്രവാചകന്മാര് സ്വയം രാജാവാകാൻ പരിശ്രമിക്കുന്നവരാണ്. പക്ഷേ കർത്താവിനെ രാജാവാക്കാൻ നോക്കിയിട്ട് യേശു എന്ത് ചെയ്തു? വാങ്ങിപ്പോയി. എനിക്കറിയാം നിങ്ങൾക്ക് മിക്കവർക്കും ഈ പ്രസംഗം ഒന്നും കേട്ടാൽ ഇഷ്ടപ്പെടത്തില്ലെന്ന്, പക്ഷെ ഇത് ദൈവത്തിൻ്റെ വചനമാണ്. അവൻ വാങ്ങിപ്പോയി. കാരണം എന്തുകൊണ്ട് അവൻ രാജാവാകാൻ തയ്യാറായില്ല? രാജ്യത്വം അല്ലെങ്കിൽ രാജാവെന്ന് പറഞ്ഞാൽ എന്താണെന്ന് കാര്യങ്ങൾ അവർ ഗ്രഹിച്ചില്ല. അതാണ് അതിനകത്തെ പ്രശ്നം. അവൻ നേരെ പോയി, മലയിൽ പോയി. അവിടെ എഴുതിയിരിക്കുന്നത് അവർ തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച മലയിലേക്ക് വാങ്ങിപ്പോയി. സന്ധ്യ ആയപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് പോയി. പിന്നീട് നമ്മൾ കാണുന്ന 21 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാവുന്നതുപോലെ യേശു കടലിൻ്റെ മീതെ നടന്ന് കാറ്റിനെ ശാസിച്ച് കടലിനെ അടക്കി ആ പടകിൽ കയറി അക്കരയ്ക്ക് പോകുന്ന ചരിത്രമാണ് നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ച് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ നമ്മൾ പറഞ്ഞ ഭാഗമായിട്ട് മാത്രം ആലോചിച്ചാൽ മതിയല്ലോ. 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക്, പിറ്റേന്നാൾ കടൽക്കര നിന്ന പുരുഷാരം ഒരു പടകല്ലാതെ അവിടെ വേറെ ഇല്ലായിരുന്നുവെന്നും യേശു ശിഷ്യന്മാരോടുകൂടെ പടകിൽ കയറാതെ ശിഷ്യന്മാർ മാത്രം പോയിരുന്നുവെന്നും ഗ്രഹിച്ചു. എന്നാൽ കർത്താവ് വാഴ്ത്തിയിട്ട് അപ്പം തിന്ന സ്ഥലത്തിനരികെ തിബരിയാസിൽ നിന്ന് ചെറുപടകുകൾ എത്തിയിരുന്നു. യേശു അവിടെ ഇല്ല, ശിഷ്യന്മാരും ഇല്ല എന്ന് പുരുഷാരം കണ്ടപ്പോൾ തങ്ങളും പടക് കയറി യേശുവിനെ തിരഞ്ഞ് കഫർന്നഹൂമിൽ ചെന്നു. അപ്പോൾ യേശു മലയിലേക്ക് വാങ്ങിപ്പോയി. രാത്രിയിൽ ശിഷ്യന്മാർ പടകിൽ പോയി കഴിഞ്ഞിട്ട് പുറകെ കർത്താവ് കടലിൻ മീതെ നടന്ന് കഫർന്നഹൂമിലേക്ക് പോയി. ഇതാണ് മുകളിൽ പറയുന്ന ചരിത്രം. ആ പിറ്റേ ദിവസം ഇവരെന്ത് ചെയ്തു? തലേ ദിവസം വന്ന പാർട്ടികൾ മറ്റു കൂട്ടുകാരെ കൂടെ വിളിച്ചോണ്ട് പിറ്റേ ദിവസം നേരെ വന്നിട്ടുണ്ട്. യേശു എന്ത് ചെയ്യുന്നറിയാൻ. എന്തിനാ വന്നത്? കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ ചോദിക്കും, റബി നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അയ്യോ, ഞങ്ങൾ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു. എന്തൊരു അന്വേഷണമാണ്! ഭയങ്കര കർത്താവിനെ കാണാനുള്ള വലിയ മോഹം. കർത്താവ് എന്താ പറഞ്ഞു? ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നതിൻ്റെ കാര്യമൊക്കെ എനിക്കറിയാം മക്കളെ. എന്നാ നിങ്ങൾ അടയാളം കണ്ടില്ല, പക്ഷേ എന്താ, അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അപ്പം തിന്നത് കൊണ്ടാണ് അന്വേഷിക്കുന്നത്. അടയാളം കണ്ടില്ല, അപ്പം തിന്നു. എന്താ അടയാളം കണ്ടില്ലെന്ന് പറയുന്നത്?
2-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നത് അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളം കണ്ടിട്ട് അവൻ്റെ അടുത്ത് വന്നെന്നാണ്. 14-ാമത്തെ വാക്യത്തിൽ പിന്നെയും നമ്മൾ കാണുന്നത് അവൻ ചെയ്ത അടയാളം കണ്ടിട്ട് അവൻ മോളിൽ 2 ഈ പുരുഷാരം എന്ത് കണ്ടെന്ന് പറയുന്നുണ്ട്? അടയാളം കണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കർത്താവ് പറയാണ് നിങ്ങൾ അടയാളം കണ്ടില്ലെന്ന്. എന്താണെന്നറിയാമോ? ഇവർ അത്ഭുതമേ കണ്ടുള്ളൂ, അടയാളം കണ്ടില്ല. അത്ഭുതം വേറെ, അടയാളം വേറെ. അത്ഭുതം കണ്ടതുകൊണ്ടാണ് ഇവർ വന്നത്, പക്ഷേ അടയാളം വേറൊന്നാണ്. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ കർത്താവ് അതിനകത്ത് അവർ കാണണമെന്ന് ആഗ്രഹിച്ചതായ ഒരു അടയാളം എന്താണെന്നറിയാമോ? ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. അതാണ് അടയാളം. പക്ഷെ ആ അടയാളം ഇവർ കണ്ടില്ല. ഇവരെന്ത് മാത്രമേ കണ്ടുള്ളൂ? ഭൗതികമായി അവർക്ക് ലഭിച്ചതായ അപ്പത്തിൻ്റെ കാര്യം മാത്രമേ അവർ കണ്ടുള്ളൂ. യു അണ്ടർസ്റ്റാൻഡ്? ഭയങ്കര ഡിഫറൻസ് ഇവിടെ കാണുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ആളുകൾ അടയാളമല്ല കാണുന്നത്. എന്താ കാണുന്നത്? അത്ഭുതമാണ് കാണുന്നത്. ഭൗതികമായി അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർ കാണുന്നുള്ളൂ. യേശു ജീവൻ്റെ അപ്പമാകുന്നു എന്നൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. പകരം അവർ വന്നത് ഇന്നലെ തിന്നതുപോലെ ഇന്ന് തിന്നാനാണ്. ഇതിനകത്തെ ഏറ്റവും വലിയ തമാശ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. ഇന്നലത്തെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ, ഇന്നലെ കർത്താവ് അപ്പം കൊടുക്കാമെന്ന് പറഞ്ഞാണോ ഇവരെ വിളിച്ചത്? അല്ല, അവർ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വന്നവരാ. വചനം കേൾക്കാൻ വന്നവൻ അപ്പം കൊടുത്തപ്പോൾ പിറ്റേ ദിവസം വചനം കേൾക്കാനല്ല, അപ്പം തിന്നാനാ വന്നത്. ഇത് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ്. ചിലപ്പോഴൊക്കെ വലിയ ദാഹത്തോടെ ദൈവവചനം കേൾക്കാൻ വരുന്നവന് ഒരു നന്മ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം തൊട്ട് അവന് വചനമല്ല വേണ്ടത്, നന്മ. വേദോസം പറയുന്ന നന്മയൊന്നുമല്ല, പ്രവാചകൻ പറയുന്ന നന്മ. നിനക്കൊരു നന്മ ഒരുക്കിയിരിക്കുന്നത്. എന്തോന്ന് നന്മ? ഇവിടെ നന്മ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്നതാണ് നന്മ. അല്ലാതെ ഇച്ചിരി ഭക്ഷണം കിട്ടുന്നതൊന്നും അല്ല നന്മ, ഒരു കാറ് കിട്ടുന്നതൊന്നും അല്ല നന്മ. കർത്താവ് പറയും, നിങ്ങൾ അടയാളം കണ്ടില്ല, നിങ്ങൾ ഭക്ഷണം തിരക്കിയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം ഇതാ. ഈ ക്രൂസൈഡുകാരുണ്ടാക്കിയ ഒരു വലിയ പ്രോബ്ലമുണ്ട്. ഇന്ന് മനുഷ്യൻ സുവിശേഷ യോഗം കേൾക്കാൻ വരുന്നത് സുവിശേഷം കേൾക്കാനല്ല, വല്ലതും കിട്ടാനാണ്. വല്ലതും കിട്ടാൻ യേശുവിൻ്റെ അടുത്തോട്ട് വരുന്നവരോട് കർത്താവ്, ചിലപ്പോൾ ആളുകൾ പറയും, ബ്രദറെ അതൊക്കെ ഉണ്ടെങ്കിലേ ആൾക്കാർ വരത്തുള്ളൂ ബ്രദറെ. അല്ലപ്പുറ കൺവെൻഷൻ ആൾ കൂടണമെങ്കിൽ അങ്ങനെയുള്ള പാർട്ടികളുണ്ട്, അവരെ വിളിച്ചാൽ മതി, ഇവിടെ മുഴുവൻ നിറച്ച ആളായിരിക്കും. പക്ഷേ കർത്താവിനോട് ഇത് പറഞ്ഞാൽ കാര്യം നടക്കത്തില്ല. കർത്താവ് പറഞ്ഞു, ഇന്നലെ നിങ്ങൾ ദൈവവചനം കേൾക്കാൻ വന്നു, ഞാൻ മനസ്സറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഭക്ഷണം തന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ വന്നത് ഭക്ഷണത്തിന് വേണ്ടിയാണ്, എന്നാൽ ഇന്ന് ഫുഡില്ല. അങ്ങനെയും ചിലപ്പം പറയണം, ഫുഡില്ലെന്ന്. ഇത് നമ്മളുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ പറയുന്നത് there will be a meeting and there will be eating after the meeting. യോഗത്തിന് ശേഷം ഉച്ചഭക്ഷണം ക്രമീകരിക്കുന്നതാണ്, എന്നാലേ ആൾ വരത്തുള്ളൂ. യു ഗെറ്റ് മൈ പോയിന്റ്? കർത്താവ് പറഞ്ഞു ഇന്ന് ഫുഡില്ല. അതുകൂടെ പറയാൻ നമ്മൾ പഠിക്കണം. ഫുഡ് തിരക്കി വരുന്നവന് ഫുഡ് കൊടുക്കുന്നതല്ല ദൈവത്തിൻ്റെ സിസ്റ്റം. മനസ്സലിവ് കൊണ്ട് ഫുഡ് കൊടുക്കുന്നതാണ്. രോഗസൗഖ്യം തിരക്കി വരുന്നവന് രോഗസൗഖ്യം കൊടുക്കാനല്ല, മനസ്സലിഞ്ഞ്. ദൈവത്തിൻ്റെ മനസ്സലിവാണ്, അല്ലാതെ അത്ഭുതം കാണിക്കാൻ വേണ്ടി അല്ല. അത്ഭുതം കാണിക്കാൻ വേണ്ടി അല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ടി വിയിൽ ഇതിൻ്റെ പ്രൊജക്ഷനും സാക്ഷി പറച്ചിലും ഒന്നും നടക്കത്തില്ലായിരുന്നു. പക്ഷേ യേശുവിൻ്റെ ആത്മാവില്ലാത്തവരൊക്കെ പ്രസംഗിക്കാൻ കയറിയ അങ്ങനെയൊക്കെ ഇരിക്കും. രാജാവ് തന്നെ രാജാവാക്കും. യേശുവിനെ രാജാവാക്കാൻ പരിശ്രമിച്ചപ്പോൾ അവന് വാങ്ങിപ്പോയി. പക്ഷേ ഇന്ന് രാജാവാക്കാൻ തന്നെ അങ്ങ് പരിശ്രമിക്കുക. പക്ഷെ ഇവിടെ കർത്താവ് പറയാണ്, നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ അന്വേഷിക്കുന്ന ആഹാരം നശിച്ചു പോകുന്ന ആഹാരമാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം നിന്ന് തൃപ്തരായതുകൊണ്ട് അത്ര എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ പ്രവർത്തിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. നശിച്ചു പോകുന്ന ആഹാരം. അപ്പം എന്താ ഈ നശിച്ചു പോകുന്ന ആഹാരം? ഇന്നലെ നിങ്ങൾ ഭക്ഷിച്ച ആഹാരം നശിച്ചു പോകുന്ന ആഹാരമാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് വന്നത്, അല്ലെ വരേണ്ട കാര്യമില്ലല്ലോ.
നശിച്ചു പോകുന്ന ആഹാരം അല്ലായിരുന്നെങ്കിൽ അവിടെ ഇന്ന് വരേണ്ട കാര്യമുണ്ടോ? ഇല്ല. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ ചിന്തിക്കുന്ന മിക്ക കാര്യങ്ങളും നശിച്ചു പോകുന്ന ആഹാരമാണ്. കാര്യം അത് മെറ്റീരിയലായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ചിലപ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിരുന്നാൽ നമ്മളെ ചിന്ത ഇനി ഉടനെയെങ്ങും വിശക്കത്തില്ലെന്നാ, അല്ലേ? എന്നെ ഒരാൾ ഒരിക്കലും ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം കഴിപ്പിച്ചു. എൻ്റെ ദൈവമേ, ഞാൻ കണ്ടിട്ടില്ലാത്ത സാധനം എല്ലാം കൂടെ. 5 സ്റ്റാർ വരെയൊക്കെ ഞാൻ നേരത്തെയും പോയിട്ടുള്ളൂ. പക്ഷേ 7 സ്റ്റാറിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെല്ലാം സാധനങ്ങളാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് പോകാൻ പോലും പറ്റില്ല. ഇവിടെ 150-250 ഐറ്റമാണ്. അപ്പോൾ അതിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ എടുത്തെടുത്ത് എൻ്റെ വയറങ്ങ് ഫുള്ളായപ്പോൾ ഞാൻ ചിന്തിച്ച് ഇനി ഒരു മാസത്തേക്ക് വിശക്കത്തില്ലായിരിക്കും. പക്ഷേ പിറ്റേ ദിവസം നേരത്തെ വിശന്നു. ഇതാണ് നശിച്ചു പോകുന്ന ആഹാരം. അതായത് ഭൗതികമായ ഏത് കാര്യങ്ങളും നശിച്ചു പോകുന്നതാണ്. ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, ഈ ആഹാരം ആരാണ് കൊടുത്തത്? ചെമ്മി, ആര് കൊടുത്തതാ? യേശു കൊടുത്തതാ. നിങ്ങളെന്തൊന്നും മിണ്ടാതിരിക്കുന്നത്? യേശു കൊടുത്ത ആഹാരമാണ്. അപ്പൊ യേശു കൊടുത്ത ആഹാരമായിട്ടും ഇത് നശിച്ചുപോയി. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പിറ്റേ ദിവസം പിന്നെയും വിശന്നു. കാരണം ഇത് ഫിസിക്കൽ ഫുഡാണ്. ഭൗതികമായ ഏത് കാര്യത്തിനകത്തും ഡീക്കേയിങ് ഉണ്ട്, അത് നശിച്ചു പോകുന്നതാണ്. അത് യേശു തന്നാലും, യേശു തരുന്ന ഭക്ഷണം യേശു തന്നെന്ന് പറഞ്ഞാലും പിറ്റേ ദിവസം നമുക്ക് വിശക്കും. കാര്യം ഇതെല്ലാം ഫിസിക്കൽ റിയാലിറ്റീസാണ്. വിശപ്പെന്ന് പറയുന്നത് ഒരു ഭൗതിക യാഥാർത്ഥ്യമാണ്. ആഹാരം എന്ന് പറയുന്നത് ഒരു ഭൗതിക യാഥാർത്ഥ്യമാണ്. ഭൗതികമായ സകല കാര്യങ്ങൾക്കും നാശമുണ്ട്. അത് യേശു തന്നാലും അങ്ങനെ തന്നെ. ഇനി രോഗസൗഖ്യം തന്നെ ആലോചിച്ചു. കർത്താവ് മനസ്സലിഞ്ഞ് രോഗസൗഖ്യം തന്നാലും അതും നശിച്ചു പോകുന്നതാ. ഇന്നലെ നിന്റെ ക്യാൻസർ സൗഖ്യമായാലും നാളെ ചിലപ്പോൾ മലേറിയ പിടിച്ച് നിങ്ങൾ മരിച്ചെന്നിരിക്കും. സൗഖ്യമാക്കിയത് യേശുവാ, പക്ഷെ നാളെ മലേറിയ പിടിച്ച് ചിലപ്പം മരിച്ചു പോയെന്നിരിക്കും. അന്നേരം പറയരുത് ദൈവം തന്നെയാണോ സൗഖ്യമാക്കിയത്. യെസ്, യേശു തന്നെയാണ്. പക്ഷേ രോഗസൗഖ്യം നശിച്ചു പോകുന്ന സൗഖ്യമാണ്, അല്ലാതെ നിലനിൽക്കുന്ന സൗഖ്യമല്ല. ഇനി മരിച്ചവരെ അങ്ങ് ഉയർപ്പിച്ചെന്ന് വെച്ചു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ലാസറിനെ ആരാ ഉയർപ്പിച്ചത്? ആരാ ഉയർപ്പിച്ചേ? യേശു. എന്നിട്ട് ലാസർ എന്തിയേ? എന്നാ പറ്റി? മരിച്ചുപോയി. കാര്യം ആ ഉയിർപ്പും ഒരു ഫിസിക്കൽ റിസറക്ഷനാണ്. അത് യേശു ഉയിർപ്പിച്ചാലും നാളെ മരിക്കും. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏത് ഭൗതിക നന്മയും അത് യേശു തന്നതല്ലെന്ന് പറയരുത്. രോഗസൗഖ്യം ആരാ തരുന്നത്? യേശുവാണ് തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരു ജോലി തന്നാൽ അത് യേശുവാണ് തരുന്നത്. പക്ഷേ യേശു തന്നാലും അത് നശിക്കും. കാര്യം അതൊരു ഫിസിക്കൽ റിയാലിറ്റിയാണ്. അതിൻ്റെ പിന്നാലെ പോകരുത്. പോകേണ്ടത് യേശുവിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഈ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി നിങ്ങൾക്ക് കർത്താവ് പറയുന്നത് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. കാര്യം അടിസ്ഥാനപരമായി നിങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് എന്താണ്? നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരം, നിത്യജീവൻ ആഹാരം, അല്ലെങ്കിൽ നിത്യജീവൻ നൽകുന്നതായിരിക്കണം. കാര്യം നിത്യജീവൻ നശിച്ചു പോകുന്നതല്ല. ദാറ്റ് ഈസ് ഇറ്റേണൽ ലൈഫ്. അതുണ്ടെങ്കിൽ ബാക്കിയുള്ളതിനൊക്കെ പ്രയോജനമുണ്ട്, അതില്ലെങ്കിൽ ബാക്കിയുള്ളതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. നിത്യജീവൻ ഉണ്ടെങ്കിൽ നിനക്കൊരു രോഗസൗഖ്യം കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷെ നിത്യജീവൻ ഇല്ലെങ്കിൽ രോഗസൗഖ്യം കിട്ടിയിട്ട് എന്തെടുക്കാനാ? ഞാൻ എൻ്റെ ഒരു ബുക്കുണ്ട്, ഒരു ചെറിയ ബുക്ക്, ഷാഡോ ഓഫ് ദി ഓൾമൈറ്റി എന്ന് പറഞ്ഞ്. അത് ഞാൻ രോഗിയായിരുന്നപ്പോൾ കർത്താവ് എനിക്ക് എത്ര ക്ലോസ് ആയിട്ട് എന്നോട് ഇടപെട്ടു എന്ന് പറയുന്ന ഒരു ബുക്കാണ്. എൻ്റെ വെബ്സൈറ്റിലൊക്കെ അത് അവൈലബിളാണ്. അപ്പോൾ ഇതിൻ്റെ സ്വാഹിലി ഭാഷയിലെ ട്രാൻസ്ലേഷൻ ടാൻസാനിയയിൽ പബ്ലിഷ് ചെയ്ത സമയത്ത് അത് റിലീസ് ചെയ്ത ആൾ പറഞ്ഞു, ഈ പുസ്തകത്തിൽ മിഷനറി സാജുവിൻ്റെ രോഗസൗഖ്യത്തിൻ്റെ ചരിത്രമാണ് വിവരിച്ചിരിക്കുന്നത്. അതിനകത്ത് രോഗസൗഖ്യമുണ്ട്. പക്ഷെ ഞാൻ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, രോഗസൗഖ്യമല്ല ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം മരണക്കിടക്കയിൽ ദൈവം എനിക്ക് എത്ര അടുത്തിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞൊരു വാചകം, അവിടുത്തെ റേഡിയോയിലൊക്കെ അന്ന് വന്ന ഒരു വാചകമാണ്. ഞാൻ പറഞ്ഞു,
രോഗസൗഖ്യം പ്രാപിച്ച് പാപിയായി ജീവിച്ച് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ് രോഗിയായി ജീവിച്ച് വിശുദ്ധിയിൽ സ്വർഗത്തിൽ പോകുന്നത്. രോഗിയായിക്കോട്ടെ, രോഗിയായിട്ട് ജീവിച്ച് സ്വർഗത്തിൽ പോകുന്നതാണ് രോഗസൗഖ്യം പ്രാപിച്ചിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത്. അത് നമ്മൾ മനസ്സിലാക്കണം. കാര്യം നിത്യതയുടെ ദർശനത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ. പ്രസംഗിക്കുന്നവരും നിത്യതയായിരിക്കണം പ്രസംഗിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള കാര്യം ചിലപ്പം ദൈവം മനസ്സരിവോടുകൂടെ ചെയ്തെന്നിരിക്കും. ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞിട്ടുള്ള ഒരു തമാശയുണ്ട്. ഒരു വലിയ ട്രെയിൻ ആക്സിഡൻ്റ് ഉണ്ടായി. 2000 പേരുടെ ഒരു ട്രെയിനിൻ്റെ ഒരു ആക്സിഡൻറ്റ്. ഈ ആക്സിഡൻറ്റ് നടന്നതിൻ്റെ നേരെ അടുത്ത് ഏതാണെങ്കിലും ദൈവാധീനത്തിന് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. ഈ പെട്ടെന്ന് തന്നെ പോലീസും പട്ടാളവും എല്ലാം വന്നിട്ട് ഈ ട്രെയിൻ ആക്സിഡൻറ്റിൽ പെട്ട 10,000 പേരെ കൊണ്ട് നേരെ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുക. അപ്പോൾ അകത്തൊന്നും കിടക്കാനൊന്നും സ്ഥലമൊന്നുമില്ല, വഴിയിലൊക്കെ അങ്ങ് ഇട്ടിരിക്കുകയാണ്. ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിന് ഒത്തിരി ഡോക്ടേഴ്സും അതുപോലെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സാണ്. അവർ വന്ന് ഓരോരുത്തരെ നോക്കുക. പക്ഷേ എല്ലാവരെയും കൂലങ്കുഷമായിട്ടൊന്നും പരിശോധിക്കാനുള്ള നേരമൊന്നും ഇല്ല. അതുകൊണ്ട് എന്തോ ചെയ്തെന്നറിയാമോ, ഓരോരുത്തരും അവരവരുടെ സ്പെഷ്യാലിറ്റി മാത്രം നോക്കി പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. അപ്പം ഒരാളിങ്ങനെ ഒരു സ്ട്രെച്ചറിൽ ഇങ്ങനെ കിടക്കുക. ആദ്യം ഓർത്തോപീഡിക് സർജൻ വന്ന് നോക്കിയപ്പോൾ ഇയാളുടെ കാലൊടിഞ്ഞ് കിടക്കുക. സ്റ്റോറിയാണ്, കഥയാണ്. ഇയാൾ പെട്ടെന്ന് തന്നെ കാലിന് പ്ലാസ്റ്റർ ഇട്ടു. എന്നിട്ട് ഇയാളങ്ങ് പോയി. കാര്യം നോക്കാൻ നേരമില്ല. അടുത്ത ആൾ ഇങ്ങനെ ക്യൂ അല്ല ഇങ്ങനെ കിടക്കുക. അത് കഴിഞ്ഞപ്പോൾ യൂറോളജിസ്റ്റ് വന്നപ്പോൾ ഇയാളുടെ മൂത്രം പോകുന്നില്ല. അയാൾ പെട്ടെന്ന് ഒരു കത്തീഡ്രലൊക്കെ ഇട്ട് യൂറിൻ പോകാൻ തുടങ്ങി. അയാൾ പെട്ടെന്ന് അങ്ങ് ഓടുക അടുത്ത ആളെ നോക്കി. അത് കഴിഞ്ഞപ്പോൾ സർജൻ വന്ന് നോക്കിയപ്പോഴാണ് വയറിനകത്ത് ഭയങ്കര ഒരു മുറിവുണ്ട്. അയാൾ പെട്ടെന്ന് എല്ലാം സ്റ്റിച്ചിട്ടു. പിന്നെ നോക്കാനൊന്നും നേരമില്ല, അങ്ങ് പോയി. കാർഡിയോളജിസ്റ്റ് വന്ന് നോക്കിയപ്പം ഹാർട്ട് ശരിക്ക് ബീറ്റ് ചെയ്യുന്നില്ല. അയാൾ അവിടെ ഇവിടെയൊക്കെ ഇടിച്ചപ്പം ബീപ്പ് ബീപ്പ് എന്നൊന്ന് അടിച്ചു. അപ്പോഴത്തേക്ക് ഇയാൾ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ന്യൂറോ സർജൻ വരുന്നത്. ന്യൂറോ സർജൻ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിന് തലയില്ലെന്ന്. ഓരോരുത്തർ വന്ന് എല്ലാ പണിയും ചെയ്തിട്ടങ്ങ് പോയി. പക്ഷേ തലയില്ലാത്ത ഒരു ശരീരത്തെയാണ് ഇവരെല്ലാം പണിതത്. ഇതുപോലെയാ ഇന്നത്തെ ക്രൂസൈഡുകാരെല്ലാം. തലയില്ല, കടം മാറ്റും, പാരമ്പര്യ ബന്ധനം മാറ്റും, കെട്ടും പൊട്ടും, എന്തൊക്കെയാണോ എനിക്കറിയത്തില്ല. പൊട്ടിക്കും കെട്ടിക്കും എന്തൊക്കെ. പക്ഷേ ഇവന്റെ നിത്യജീവന്റെ കാര്യം നീ ഒന്ന് ആലോചിക്ക്. തലയുള്ളവന്റെ കാല് ശരിയാക്കിയാലും കുഴപ്പമില്ല. പക്ഷെ തലയില്ലാത്തവന്റെ കാല് ശരിയാക്കിയിട്ട് എന്തോ കൊടുക്കാനാ? ഇവന്റെ കടം മാറ്റുന്നത് നല്ല കാര്യമാണ്. പക്ഷെ കടം മാറ്റിയിട്ട് ഇവനെ നരകത്തിൽ എന്തിനാ വിടുന്നത്? പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞത് അതേ അർത്ഥത്തിലാണ്. കർത്താവ് പറഞ്ഞു, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംക്ഷിപ്പിൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും എന്നാണ് പറയുന്നത്. അതായത് അത് മനുഷ്യപുത്രനെ തരാൻ പറ്റൂ. എന്ത്? നിത്യജീവൻ. ബാക്കിയുള്ളതൊക്കെ ആർക്ക് വേണേലും തരാമെന്നാണ് പറയുന്നത്. അതായത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അത് യേശു തന്നെ ചെയ്തതാണ്. പക്ഷേ ഹേരോദാവ് നിശ്ചയിച്ചാലും ഒരു 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ അയക്കും പറ്റും. അതിനിപ്പോൾ യേശു ഇല്ലെങ്കിൽ പോലും ഹേരോദാവ് നിശ്ചയിച്ചാലും ഒരു 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാം. പീലാത്തോസ് നിശ്ചയിച്ചാൽ ചിലപ്പോൾ 50,000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റിയെന്നിരിക്കും. റോമിലെ സീസർ നിശ്ചയിച്ചാൽ 5 ലക്ഷം പേർക്ക് വേണമെങ്കിലും ഭക്ഷണം കൊടുക്കാം. പക്ഷെ നിത്യജീവൻ കൊടുക്കാൻ ഇവർക്ക് ആർക്കും കഴിയില്ല. അവിടെയാണ് യേശുവിൻ്റെ പ്രസക്തി. There are things that Jesus can do and there are things that only Jesus can do. യേശുവിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. യേശുവിന് ഭക്ഷണം കൊടുക്കാൻ പറ്റും, യേശുവിന് ജോലി കൊടുക്കാൻ പറ്റും, യേശുവിന് സമ്പന്നത നൽകാൻ പറ്റും, യേശുവിന് ഇതെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ യേശുവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് നിത്യജീവൻ നൽകുവാൻ കഴിയുന്നത്. ലോകത്തിലൊരു ശക്തിക്കും ഒരു മതത്തിനും ഒരു നേതാവിനും ഒരു രാജാവിനും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് യേശു ചെയ്യുന്നത്. എന്ത്? നിത്യജീവൻ. അതിനാണ് നമ്മൾ യേശുവിനെ ആശ്രയിക്കേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ നിത്യജീവൻ പ്രാപിക്കുന്ന കൂട്ടത്തിൽ നിനക്ക് പല്ലുവേദന വന്നാലും, ഞാൻ പല്ലുവേദന വന്നാലും കർത്താവേ പല്ലുവേദന സഹിക്കാൻ വയ്യ, സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പല്ലുവേദനയാണെങ്കിലും പ്രാർത്ഥിക്കാം. എൻ്റെ അപ്പനല്ലയോ, എനിക്ക് പിന്നെ എൻ്റെ അപ്പൻ്റെ അടുത്ത് പോയി പറയുന്നതിനാണ് ഇത്ര വലിയ പ്രശ്നം. പക്ഷേ പല്ലുവേദന മാറ്റാനല്ല യേശു വന്നത്. ഒരു പരിധി വരെ പറഞ്ഞാൽ ക്യാൻസർ മാറ്റാൻ പോലും അല്ല യേശു വന്നത്.
രോഗസൗഖ്യം പഴയ നിയമത്തിലും ഇല്ലായിരുന്നോ? ഇല്ലേ? ഉണ്ടല്ലോ. നയമാന്റെ കുഷ്ഠരോഗം സൗഖ്യമാക്കിയത് എന്തുവാ? യേശു കാൽവറി ക്രൂശിൽ മരിച്ചുകൊണ്ടാണ്? ഒന്നുമല്ല. സ്വർഗത്തിലിരുന്നൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഏത് മനുഷ്യന്റെ ഏത് രോഗവും ദൈവത്തിന് സൗഖ്യമാക്കുവാൻ കഴിയും. പക്ഷേ സ്വർഗത്തിലിരുന്നൊരു വാക്ക് കൽപ്പിച്ചതുകൊണ്ട് മനുഷ്യന്റെ പാപം മോചിക്കപ്പെടത്തില്ല. അതിനവൻ കാൽവറി ക്രൂശിൽ മരിക്കേണ്ടത് അനിവാര്യമായിരുന്നു. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. കടം മാറ്റാൻ വന്നു എന്നല്ല, പാപികളെ രക്ഷിക്കുവാൻ. മാതാരോഗികളെ സൗഖ്യമാക്കുവാൻ യേശു ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമല്ല. കാര്യം മാതാരോഗികൾ നോക്കിയാൽ മതിയല്ലോ. എനിക്കങ്ങനെ വലിയ മാതാരോഗം ഇല്ലെന്നൊരാൾ പറഞ്ഞാലോ അവൻ യേശുവിനെ ആവശ്യമില്ലാതെ വരും, അല്ലേ? യേശു കടക്കാരെ വിടുവിക്കുവാൻ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത് എല്ലാവരും വിശ്വസിപ്പാൻ യോഗ്യമായ വചനമല്ല. എൻ്റെ ജീവിതത്തിൽ കടം വാങ്ങിച്ചാൽ ഞാൻ ഓർക്കുന്നേ ഇല്ല ഇതുവരെ. ഒരു ലോണും ഇല്ല എനിക്ക്. അപ്പോൾ പിന്നെ എൻ്റെ അടുത്തൊരാൾ പറയുക യേശു കടക്കാരെ വിടുവിക്കുവാൻ വന്നു പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ കടക്കാർ പോട്ടെ, എനിക്കിപ്പോൾ എന്താ ഇല്ല അത്യാവശ്യം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടല്ലോ. എന്നാൽ ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. കാരണം എല്ലാവരും പാപികളാണ്. കർത്താവ് അതാ പറഞ്ഞത്, നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംക്ഷിപ്പിൻ. സുവിശേഷ യോഗങ്ങളിൽ പ്രസംഗിച്ച് കേൾക്കേണ്ടതായ ദൈവത്തിൻ്റെ വചനം രോഗസൗഖ്യത്തിൻ്റെ വചനമല്ല, പാപരോഗത്തിൽ നിന്നുള്ള വിടുതലിൻ്റെ, പാപമോചനത്തിൻ്റെ സന്ദേശമാണ്. ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത് അതാ. ഇവിടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള സന്ദേശമാണ്, അല്ലാതെ രോഗികൾക്ക് വേണ്ടി മാത്രമുള്ള സന്ദേശമല്ല ഇത്. കടക്കാർക്ക് വേണ്ടി മാത്രമുള്ള സന്ദേശമല്ല. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ഏത്? നിത്യജീവൻ. പണം തരാൻ ആർക്കെങ്കിലുമൊക്കെ യേശു മനുഷ്യനെ സമ്പന്നനാക്കാൻ വന്നെന്ന് പറഞ്ഞാൽ അനിൽ അംബാനിക്ക് യേശുവിനെ വേണ്ടി വരത്തില്ല. പക്ഷേ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനിൽ അംബാനിക്കും വേണം, JRD ടാറ്റായ്ക്കും വേണം, എല്ലാവർക്കും വേണം. കാരണം എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഇന്ന് വിളിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള സന്ദേശമാണ് ഞാൻ പറയുന്നത്, ചിലർക്ക് വേണ്ടിയുള്ളതല്ല, എല്ലാവർക്കും വേണ്ടിയുള്ള സന്ദേശം. ഇവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നതായ കാര്യം, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി കാംക്ഷിപ്പിൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അത് കഴിയുമ്പോഴത്തേക്ക് അവർ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? ഇവർ മതത്തിൻ്റെ ആൾക്കാരാണ്. അവർ ചോദിക്കുക ഞങ്ങൾ എന്തോ ചെയ്താലാ, ഇത് കളിയാക്കിയൊക്കെ ചോദിക്കുന്നതാണ്, എന്തോ ചെയ്താലാണ് ഞങ്ങൾക്ക്, എന്ത് പ്രവൃത്തി ചെയ്താലാണ് ഞങ്ങൾക്ക് ദൈവത്തിന് പ്രസാദമുള്ള, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? കർത്താവ് പറഞ്ഞു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ്? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ. പ്രവൃത്തി വേണമെന്ന് ചോദിച്ചാൽ വേണം, പക്ഷേ പ്രവൃത്തിയേക്കാൾ വലുതാണ് ദൈവം അയച്ച യേശുവുമായിട്ട് വ്യക്തിപരമായി ബന്ധമുണ്ടാക്കുന്നത്. പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്, എ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ജീസസ്. റിലീജിയൻ അല്ല നമ്മളെ വിടുവിക്കുന്നത്, റിലേഷനാണ് നമ്മളെ വിടുവിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റിലീജിയൻ ഇന്ന് വരെ, ഏത് റിലീജിയനാണെങ്കിലും ഒരു റിലീജിയനും ആരെയും രക്ഷിച്ചിട്ടില്ല. നിങ്ങൾ ഏത് റിലീജിയനിൽപ്പെട്ട ആളാണെങ്കിലും എന്താണ് ആവശ്യമായിരിക്കുന്നത്? റിലേഷനാണ് ആവശ്യമായിരിക്കുന്നത്. എന്ത് റിലേഷൻ? ദൈവം അയച്ചവനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. റിച്വൽസ് അല്ല നമുക്കാവശ്യം, നമുക്കാവശ്യം എക്സ്പീരിയൻസ് ആണ്. ആചാരങ്ങളല്ല നമുക്കാവശ്യം, അനുഭവമാണ് നമുക്കാവശ്യം. ഇന്നത്തെ പ്രശ്നം, നമുക്ക് റിലീജിയൻ ഉണ്ട്, റിച്വൽസ് ഉണ്ട്, പക്ഷേ നമുക്ക് റിലേഷനുമില്ല, എക്സ്പീരിയൻസുമില്ല. റിലീജിയൻ ഒരിക്കലും നിങ്ങളെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുചെല്ലത്തില്ല, റിലേഷനെ കൊണ്ടുചെല്ലത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ,
ആരും തെറ്റിദ്ധരിക്കരുത്. റിലീജിയനിലൂടെ അല്ല രക്ഷ വരുന്നത്, റിലേഷനിലൂടെയാണ് രക്ഷ വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവർ ചോദിക്കുന്നത്, നിന്നെ ഞങ്ങൾ വിശ്വസിക്കാൻ എന്ത് അടയാളമാണ് നീ കാണിക്കാൻ പോകുന്നത്? അവർ പിന്നെ അടയാളമാണ് ചോദിക്കുന്നത്. യഹൂദന്മാരുടെ ഒരു പ്രശ്നമാണ്, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു. അപ്പോൾ കർത്താവ് ഇവർ ചോദിക്കുന്ന ചോദ്യം, എന്ത് അടയാളമാണ് നീ കാണിച്ചത്? ഇന്നലെ നീ, അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട രീതിയിലാണ് പറയുന്നത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ നീ എങ്ങനെയാ അപ്പം തന്നത്? ഇങ്ങനെ നുറുക്കി തരികയല്ലേ? അതൊന്നും ശരിയായിട്ടുള്ള അടയാളമല്ല. ഞങ്ങളുടെ പിതാക്കന്മാര് മോശ സ്വർഗത്തിൽ നിന്ന് അപ്പം മോളിൽ നിന്ന് താഴോട്ട് തരികയായിരുന്നു. അതുപോലെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം. എന്തോ വേണം? ഇങ്ങനെ മുറിച്ചൊന്നും കൊടുത്താൽ പറ്റത്തില്ല, മോളിൽ നിന്ന് താഴോട്ട് അപ്പം വീണുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം. ഇങ്ങനെയുള്ള അടയാളമൊക്കെയാണ് ഇന്നും മനുഷ്യൻ ചോദിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, ഇങ്ങനെ നടക്കുകയാണെങ്കിൽ, ഇത് അപ്പാടെ മാറിപ്പോവുകയാണെങ്കിൽ, എനിക്ക് ഈ ജോലി കിട്ടുകയാണെങ്കിൽ, നീ ജന്മത്തിൽ രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. കാര്യം അങ്ങനെയുള്ള അടയാളങ്ങൾ കൊണ്ടല്ല ഒരാൾ യേശുവിനെ അംഗീകരിക്കുവാൻ കാരണമാകുന്നത്. കർത്താവ് പറഞ്ഞു, മോളിൽ നിന്ന് താഴോട്ട് അപ്പം തന്നത് നിങ്ങൾക്ക് മോശമൊന്നുമല്ല, എൻ്റെ പിതാവാണ് ആ അപ്പം തന്നത്. ആ അപ്പം ഞാനാ. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നു യേശുവാണ്. അപ്പൊ അവർ പറഞ്ഞു, കർത്താവേ ഈ അപ്പം ഞങ്ങൾക്ക് തരണം. യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്ന ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. കർത്താവ് പറയാണ്, ഞാനാണ് ജീവന്റെ അപ്പം. അവർ അടയാളം കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ യേശു, എന്നാൽ പിന്നെ ഞാൻ കാണിച്ചേക്കാം പറഞ്ഞു. യേശുവിന് വേണമെങ്കിൽ അത്ഭുതം കാണിക്കാൻ മരുന്നല്ലേ? മോളിൽ നിന്ന് അപ്പം ഇങ്ങോട്ട് താഴോട്ട് വീഴുന്ന കാണിക്കാൻ കർത്താവിന് വല്ല പ്രയാസമുണ്ടോ? ഇല്ല. പക്ഷേ അതല്ല ദൈവികത. അടയാളം ചോദിക്കുന്നവൻ അടയാളം കൊടുക്കുന്നതല്ല ദൈവികത. പൗലോസ് പറയുന്നുണ്ട്, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങൾ ഈ രണ്ടു കൂട്ടർക്കും അവർ ചോദിക്കുന്നത് കൊടുക്കത്തില്ല. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. അടയാളം ചോദിക്കുമ്പോൾ അടയാളം കൊടുക്കുന്നതല്ല ആത്മീയത. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, ബ്രദറെ കുറേ അടയാളങ്ങളൊക്കെ, നിങ്ങൾ വടക്കേ ഇന്ത്യയിലല്ലേ പ്രവർത്തിക്കുന്നത്, കുറേ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നടക്കുകയാണെങ്കിൽ ഒത്തിരി പേര് വരുമല്ലേ? വരും, അപ്പം തിന്നേച്ച് പോകും. ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെയാണ് വടക്കേ ഇന്ത്യയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും പ്രസംഗിക്കേണ്ടത്, അല്ലാതെ അപ്പമല്ല പ്രസംഗിക്കേണ്ടത്. ആരെങ്കിലും രോഗിയായിട്ട് വന്നാൽ ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ, അതിനൊന്നും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിച്ച രോഗികൾ സൗഖ്യമാകുകയും ചെയ്യും. അതൊക്കെ സൗഖ്യമാകുന്നുണ്ട്. 100 കണക്കിന് രോഗികൾ ഞാൻ പ്രാർത്ഥിച്ച് സൗഖ്യമായിട്ടുണ്ട്. പക്ഷേ അതല്ല സുവിശേഷം. യേശുവിനെ കൊടുക്കുന്നതാണ്. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ പ്രസംഗിക്കുന്നു. കാര്യം ആ ക്രൂശിക്കപ്പെട്ട യേശു മാത്രമാണ് നിത്യജീവൻ കൊടുക്കുന്നത്. രോഗസൗഖ്യം കിട്ടിയവനെല്ലാം സ്വർഗത്തിൽ പോകത്തില്ല. ജോലി കിട്ടിയെന്നും പറഞ്ഞ് ആരും സ്വർഗത്തിൽ പോകത്തില്ല. അതൊക്കെ ദൈവത്തിൻ്റെ, അത് വേറൊരു കാര്യമുണ്ട്. അതൊന്നും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമൊന്നും മാറ്റി വെച്ചിരിക്കുന്നതല്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയായ എല്ലാ മനുഷ്യരും ആര് കരഞ്ഞ് പ്രാർത്ഥിച്ചാലും കർത്താവ് അവരുടെ കരച്ചിൽ കേൾക്കും. അവൻ നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുന്നവനായ ദൈവമാണ്. അതിനകത്ത് ദൈവത്തിന് ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. ഭൗതിക നന്മകൾ മനുഷ്യർക്ക് കൊടുക്കുന്നതിൽ ദൈവത്തിന് ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. പക്ഷേ നിത്യജീവൻ ആർക്കാണ്? യേശുവിനെ തിന്നുന്നവനാണ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അതൊരു ആത്മീയ യാഥാർത്ഥ്യമാണ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്നാൽ ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതെങ്ങനെയാണ് ഇവൻ ജീവന്റെ അപ്പമാകുന്നത്? 42-ാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് നമ്മളോട് കാണുന്നു, ഇവൻ യോസെഫിൻ്റെ മകനല്ലയോ, യേശു അല്ലയോ? ഇവൻ്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നില്ലയോ? പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ എന്നിവൻ പറയുന്നത് എന്താ എന്ന് പറഞ്ഞു. പലരുടെയും ഒരു പ്രശ്നം എന്നാണെന്നറിയാമോ? ഫെമിലിയാരിറ്റി ഭയങ്കര പ്രശ്നമാണ്. അവർ നോക്കുമ്പോഴത്തേക്ക് യേശു എങ്ങനെയാണ് അങ്ങനെ ദൈവമാകുന്നത്? അവൻ ഈ പലസ്തീനിൽ കൂടെ നടന്നതല്ലയോ? അവനെ കാൽവറി ക്രൂശിൽ തളച്ചതല്ലേ? ഇല്ലേ? അവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പലരുടെയും വലിയൊരു പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോസ്പൽ ഈസ് ടു സിമ്പിൾ ഫോർ ദം. സുവിശേഷം ഇച്ചിരി കൂടുതൽ സിമ്പിളായിപ്പോയി. അതൊരു വലിയൊരു പ്രശ്നമായിട്ടാണ് ആൾക്കാരുടെ. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന് ജീവിതം സമർപ്പിച്ചാൽ നീ മോക്ഷം പ്രവഹിക്കുമെന്ന് പറയുമ്പം അവർ ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എടാ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ്
കുളിച്ചീറനണിഞ്ഞ് സഹസ്രനാമം ജപിച്ച് എല്ലാ ആചാരങ്ങളും അനുഷ്ഠിച്ചിട്ട് മോക്ഷം കിട്ടുന്നില്ല. പിന്നെ നീ പറയുന്നത് 2000 വർഷം മുമ്പ് മരിച്ച ഒരാളിൽ വിശ്വസിച്ച ഉടനെ മോക്ഷം കിട്ടുമെന്ന്. കാര്യം എന്തറിയാമോ? മനുഷ്യന് പിശാച് കൊടുത്തിരിക്കുന്ന ഒരു ചിന്തയുണ്ട്, രക്ഷ എന്ന് പറയുന്നത് ഏതാണ്ട് വലിയ കാര്യമാണ്. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ദൈവം രക്ഷ എല്ലാവർക്കും പ്രാപിക്കത്തക്ക രീതിയിൽ സിമ്പിളാക്കിയിരിക്കുകയാണ്. നമുക്ക് നയമാൻ്റെ ചരിത്രം അറിയാമല്ലോ. നമ്മൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാവുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അവിടെ നയമാൻ ചിന്തിച്ചത് എന്താണ്? പ്രവാചകൻ പുറത്തോട്ട് ഇറങ്ങി വന്ന് തൻ്റെ കൈകളെ ഇങ്ങനെ ആട്ടി സൗഖ്യമാകാ എന്നൊക്കെ കൽപ്പിക്കുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇതെന്താ പറഞ്ഞത്? യോർദാൻ നദി പോയി 7 പ്രാവശ്യം മുങ്ങാൻ. ഇതെന്തോന്ന് പരിപാടി? ഈ റിലീജിയസ് ഗിമ്മിക്സ് ഒക്കെ കാണിച്ചാലേ, അതാണ് ഇന്നത്തെ ഈ ഇവരുടെ എല്ലാം കൈ അങ്ങോട്ട് ആട്ടും എല്ലാവരും പുറകെന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ട് വീണാലേ ആത്മീയതയുള്ളെന്ന ആളുകളുടെ ചിന്ത. അതൊന്നുമല്ല ആത്മീയത. ആത്മീയത വളരെ സിമ്പിളാണ്. ട്രസ്റ്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ലിവ് ദാറ്റ് ഫെയ്ത്ത്. ആ വിശ്വാസത്തിൽ ജീവിക്കുക. എന്ത് വിശ്വാസം? വിശ്വാസം എന്ന് പറഞ്ഞാൽ ആശ്രയമാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷനാണ് നമ്മിലേക്ക് വിശുദ്ധി കൊണ്ടുവരുന്നത്. ആ വിശുദ്ധിയാണ് നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്നത്. അതിനിങ്ങനെ കൈ ആട്ടുക ഒന്നും വേണ്ട. സിമ്പിൾ ഫെയ്ത്ത്സ്. ചിലർ ചിന്തിക്കുന്നത് ഇതെത്രയും കഠിനമാക്കണമെന്നാണ്. അതുകൊണ്ടാണ് നയമാനോട് തന്നെ അവൻ്റെ കൂടെ വന്നവർ ചോദിച്ചു, യജമാനനെ പ്രവാചകൻ വലിയ ഒരു കാര്യം പറഞ്ഞായിരുന്നെങ്കിൽ നീ ചെയ്യത്തില്ലായിരുന്നോ? ചെയ്യും. പ്രവാചകൻ പറയാമെന്ന് വെച്ചോ, ഈ മലയുടെ ചുറ്റും 7 പ്രാവശ്യം ചുറ്റും നിലത്തൂടെ കിടന്ന് ഉരുളണമെന്ന് പറഞ്ഞാൽ ഇവൻ ഉരുളും. കാര്യം അവൻ്റെ ചിന്ത അങ്ങനെയൊക്കെ ചെയ്താലേ രക്ഷ കിട്ടുന്നുള്ളതാണ്. പൊതുവെ റിലീജിയൻ്റെ ഒരു വലിയ പ്രശ്നമാണ് എന്നറിയാമോ? ഈ വലിയ വലിയ ഭാരം എടുത്ത് വെച്ചാലേ നമുക്ക് രക്ഷ കിട്ടത്തുള്ളെന്നുള്ളത്. എന്നാൽ ഞാനൊരു കാര്യം പറയാം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല രക്ഷ. നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച യേശുവിനെ ഉള്ളിലാക്കുന്നതാണ് രക്ഷ. നമ്മുടെ ഉള്ളിലേക്ക് അവനെ കയറ്റിക്കൊണ്ടുവരുന്നതാണ് രക്ഷ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. പ്രിയമുള്ളവരെ, ഞാൻ സാധാരണ പറയാറുള്ള ഒരു ചോദ്യമുണ്ട്. ഹൂ ഈസ് എ ക്രിസ്ത്യൻ? ആരാണ് ക്രിസ്ത്യാനി? എ ക്രിസ്ത്യൻ ഈസ് എ പേഴ്സൺ ഹൂ ഹാസ് ക്രൈസ്റ്റ് ഇൻ. ക്രിസ്തു ഉള്ളിലുള്ള ആളാണ് ക്രിസ്ത്യൻ. ചർച്ച ഉള്ളിലുള്ള ആളുകളുണ്ട്, അവർ ചർച്ചിയൻസ് ആണ്, ക്രിസ്ത്യൻസ് അല്ല. ക്രിസ്ത്യൻസ് ആകണമെങ്കിൽ എന്തു വേണം? ക്രൈസ്റ്റ് ഉള്ളിൽ കയറണം, അല്ലാതെ ചർച്ച ഉള്ളിൽ കയറിയാൽ പറ്റില്ല. ക്രിസ്ത്യൻ, എ പേഴ്സൺ ഹൂ ഹാസ് ക്രൈസ്റ്റ് ഇൻ. അതുകൊണ്ടാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇത് മനസ്സിലാക്കാൻ ഞാനൊരു സ്റ്റോറി സാധാരണ പറയാറുണ്ട്. ജിമ്മി ആൻഡ് ജോണി. എൻ്റെ മിക്കവാറുള്ള കഥകളിലെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയ കഥകളാണ്. ആ കഥകളിലെ ഒരു പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളാണ് ജിമ്മിയും ജോണി. ഈ ജിമ്മിയുടെ ദേഹത്തെല്ലാം ഭയങ്കര പരുക്കൾ വരാൻ തുടങ്ങി. അപ്പോൾ ജോണി ഇവനോട് ചോദിച്ചു, എടാ നീ ഇങ്ങനെ ഈ പരുക്കൾ വന്നിട്ട് എന്താ ശ്രദ്ധിക്കാത്തത്? ഞാനെന്തോ ശ്രദ്ധിക്കാനാ, വന്നു പോയതല്ലേ. എടാ നിനക്ക് ഹോസ്പിറ്റലിൽ പോയാൽ എന്നാ? ഹോസ്പിറ്റലിൽ പോയാൽ ഇതൊക്കെ മാറുമോ? പിന്നെ നീ നാളെ ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ അവൻ പിറ്റേ ദിവസം ജോണി പിന്നെയും വന്നപ്പോൾ ജിമ്മിയോട് ചോദിച്ചു, ജിമ്മി നീ ഹോസ്പിറ്റലിൽ പോയോ? പോയി. എന്നിട്ട് ഡോക്ടർ എന്നാ പറഞ്ഞു? നീ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോകാനല്ലേ? ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ പോകുന്നു, ഞാൻ ഡോക്ടറെ ഒന്നും കണ്ടില്ല. ഇതുപോലെ നമ്മളെ ചിന്ത എന്നറിയാമോ? പള്ളി പോയാൽ ഉടനെ ക്രിസ്ത്യാനിയാകുമെന്ന്. എടാ പള്ളി പോകുന്ന നല്ലതാ. കാര്യം ആശുപത്രി പോയാലേ ആരെ കാണാൻ പറ്റൂ? ഡോക്ടറെ കാണാൻ പറ്റൂ. പക്ഷേ ആശുപത്രി പോയത് കൊണ്ട് നിന്റെ രോഗം മാറത്തില്ല. യു അണ്ടർസ്റ്റാൻഡ്? പള്ളി പോകണം, പക്ഷെ പള്ളി പോയത് കൊണ്ട് മാത്രം, സഭായോഗത്തിന് പോയത് കൊണ്ട് മാത്രം നീ ഒരിക്കലും ക്രിസ്ത്യാനിയാകത്തില്ല. അപ്പോൾ ജോണി പറഞ്ഞു, അല്ല നീ അവിടെ പോയി ഡോക്ടറെ കാണണം, ഡോക്ടർ പറയുന്നതൊക്കെ കേൾക്കണം. പിറ്റേ ദിവസം അവൻ പോയി. ജോണി ചോദിച്ചു, നീ ഡോക്ടറെ കണ്ടോ? കണ്ടു. ഡോക്ടർ എന്താ പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു, ജിമ്മി ഇതെല്ലാം ഒരു പ്രത്യേക ബാക്ടീരിയയാണ്, സിന്നോള എന്ന് പറയുന്ന ബാക്ടീരിയ. സിൻ
പാപത്തിൻ്റെ സിന്നോള എന്ന് പറയുന്ന ബാക്ടീരിയ, അതാണ് നിൻ്റെ ഈ രോഗത്തിൻ്റെ എല്ലാം കാരണം. ഏതാണെങ്കിലും ഞാൻ ഒരു പ്രിസ്ക്രിപ്ഷൻ നിനക്ക് തരാം. ഇതിനൊരു മരുന്നുണ്ട്. ആ മരുന്നിൻ്റെ പേര് ക്രോസോസിലിൻ എന്നാണ്. ക്രോസ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രിസ്ക്രിപ്ഷൻ നീ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രിസ്ക്രിപ്ഷനും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, മരുന്ന് വാങ്ങിച്ചില്ലേ? ഇല്ല, പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെയാണ് ചിലർ പറയുന്നത്, ആ ബ്രദറെ, ഞാൻ വല്ലപ്പോഴൊക്കെ വേദോസമൊക്കെ വായിക്കുന്നുണ്ട്. വേദോസം വായിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ വേദോസം വായിച്ചുകൊണ്ടിരുന്നാൽ മാത്രം നീ ക്രിസ്ത്യാനിയാകത്തില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു, അല്ല, നീ ഡോക്ടറെ, നീ ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങിക്കണം. പിറ്റേ ദിവസം ഇവൻ മരുന്നും വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, കഴിച്ചില്ലേ? ഇല്ല, ഞാൻ ഈ മരുന്ന് നോക്കി, ഐ ട്രൂലി ബിലീവ് ദാറ്റ്, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇതെൻ്റെ രോഗത്തിന് ഉള്ള മരുന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെയാണ് ചിലർ പറയുന്നത്, എനിക്കറിയാം യേശു കർത്താവ് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചുവെന്ന് എനിക്കറിയാം. അത് വിശ്വസിക്കണം. പക്ഷേ അങ്ങനെ ബുദ്ധിപരമായി വിശ്വസിച്ചത് കൊണ്ട് മാത്രം നീ ക്രിസ്ത്യാനിയാകത്തില്ല. പിന്നെ ജോണി പറഞ്ഞു, എടാ ഇത് കഴിക്കണം. നോ, ഞാനാണെങ്കിൽ ഇതിനെക്കുറിച്ചൊരു പാട്ടും ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അവൻ പാട്ട് പാടാൻ തുടങ്ങി. വാട്ട് എ വണ്ടർഫുൾ ആന്റിബയോട്ടിക്, ഓൾ മൈ സിനോളസ് ബാക്ടീരിയ വിൽ ഗോ എന്ന് പറഞ്ഞാൽ പാട്ടും പാടി. ജോണി പറഞ്ഞു, മോനെ, പാട്ട് പാടിക്കൊണ്ട് മാത്രം കാര്യമില്ല. ചിലരുടെ ചിന്ത കൊയറിലുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകുമെന്നാണ്. പക്ഷേ ജോണി പറഞ്ഞു, നോ, ഈ ക്രോസോസിനകത്ത് ചെല്ലണം. അകത്ത് ചെന്നാൽ എന്താ സംഭവിക്കുന്നത്? ക്രോസ് അകത്ത് ചെന്നാൽ സിൻ പുറത്ത് ചാടും. അങ്ങനെയാണ് നീ ക്രിസ്ത്യാനിയാകുന്നത്. ക്രൈസ്റ്റ് അകത്ത് ചെന്നാൽ മാത്രമേ നീ എന്താകത്തുള്ളൂ? ക്രിസ്ത്യാനിയാകത്തുള്ളൂ. കർത്താവ് പറഞ്ഞത് അതാ. എന്താ? എന്നെ തിന്നുന്നവൻ. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, യേശുവിനെ ഉള്ളിൽ 52-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ പറയട്ടെ. ആകയാൽ യഹൂദന്മാർ തനിക്ക് തൻ്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയും? യേശു അവരോട് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കുകയും ചെയ്യാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയിർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായി. ശരിക്കും നമുക്കും കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇത് കുർബാന കൈക്കൊള്ളുന്നതിൻ്റെ കാര്യമൊന്നും അല്ല പറയുന്നത്. കാര്യം അതിൻ്റെ താഴെ 63-ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. പ്രിയമുള്ളവരെ, യേശു കർത്താവിനെ ഉള്ളിലേക്ക് കൈക്കൊള്ളുന്ന സ്പിരിച്വലി, അല്ലാതെ മാംസം തിന്നുകയല്ല അതിനകത്തെ അർത്ഥം. എന്താണ്? റിസീവിങ് ജീസസ് ഇൻസൈഡ്. അതാണ് ആവശ്യം. അതൊരു കവനന്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പഴയ കാലത്ത് ഉടമ്പടി ചെയ്യുമ്പോൾ എല്ലാവരും 2 പേര് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഭക്ഷണത്തിലൂടെ ഞാൻ നിന്നിലേക്കും നീ എന്നിലേക്കും പ്രവേശിക്കുന്നു. ഇത് യഹൂദന്മാർക്കറിയാം. അതുകൊണ്ട് ആ യഹൂദന്മാരോട് യേശു പറയാണ്, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും, ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും. യഹൂദന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതായത് കർത്താവ് പറയുന്നത്, ഇന്നലെ ഞാൻ തന്ന ഭക്ഷണം കഴിച്ചു, അത് നിത്യജീവൻ തരുന്നതല്ല, പക്ഷെ നിത്യജീവൻ വേണമെങ്കിൽ എന്നെ തിന്നണം, ഞാൻ ഉള്ളിൽ വരണം. യേശുവിനെ ഉള്ളിൽ കയറ്റിയാലുള്ള പ്രശ്നം എന്താ? യേശു എന്തിനാ ഉള്ളിൽ വരുന്നത്? എന്നെ ഭരിക്കാനാ. എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് എന്നെ ഭരിക്കാനാണ് യേശു വരുന്നത്. അങ്ങനെയാണ് യേശു രാജാവാകുന്നത്. എൻ്റെ ഉള്ളിലേക്ക് ഞാൻ യേശുവിനെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കിരിക്കാൻ സിംഹാസനമില്ല. അവിടെ ആര് കയറിയിരിക്കും? യേശു കയറിയിരിക്കും. പിന്നെ എന്നെ ഭരിക്കുന്നത് ആരാ? യേശുവാ. ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് കഠിന വാക്ക്, ഇതാർക്ക് അനുസരിക്കാൻ കഴിയും? ഇത് കഠിന വാക്ക്. 60-ാമത്തെ വാക്യം. അവൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? എന്നെ ഉള്ളിൽ കയറ്റി ഞാൻ നിങ്ങളെ ഭരിക്കണം, ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കണം. അവർ പറഞ്ഞു, അതൊന്നും പറ്റത്തൊന്നുമില്ല.
നിന്റെ യോഗത്തിനൊക്കെ ഞങ്ങൾ വരാം. വി വിൽ കം ഫോർ ദ മീറ്റിംഗ്. ഇഫ് ദർ ഈസ് ഈറ്റിംഗ് ആഫ്റ്റർ ദ മീറ്റിംഗ്, വി വിൽ കം ഫോർ ദ മീറ്റിംഗ്. മീറ്റിങ്ങിന് ശേഷം ഭക്ഷണം ഉണ്ടെങ്കിൽ ഞങ്ങൾ യോഗത്തിന് വരാം. പക്ഷേ നീ ഇങ്ങനെ അകത്ത് കയറി ഞങ്ങളെ ഭരിക്കാനും ഒന്നും ഞങ്ങൾ സമ്മതിക്കത്തില്ല. കവനൻ്റ് ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നിന്നെ രാജാവാക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. പക്ഷെ ആഹാരം തരികയാണെങ്കിൽ അതിനുവേണ്ടി ഞങ്ങൾ നിന്നെ രാജാവാക്കാം. നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചതുമില്ല. പ്രിയമുള്ളവരെ, ഒടുവിൽ 12 പേരെ അവശേഷിച്ചു. ഇന്നലെ എത്ര പേരുണ്ടായിരുന്നു? ഏകദേശം 12,000 പേര്. ഇപ്പോൾ എത്ര പേരുണ്ട്? 12 പേര്. 1000-1 ഉള്ളൂ. യഥാർത്ഥ ദൈവവചനം പ്രസംഗിച്ചാൽ ഇതാ സംഭവിക്കാൻ പോകുന്നത്. രോഗസൗഖ്യവും കടഭാരവും പാരമ്പര്യശാപവും ഒക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ ഇഷ്ടം പോലെ ആൾ കൂടും. പക്ഷേ യേശുവുമായി ഉടമ്പടി ചെയ്യണം, അവനെ ഉള്ളിൽ കയറ്റിയിരുത്തണം, അവൻ ഭരിക്കണം, അവനെ രാജാവാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കുറയും. പക്ഷെ ആൾ കുറഞ്ഞതുകൊണ്ട് യേശുവിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഹി വാസ് എൻ അൺകോംപ്രമൈസിങ് പേഴ്സൺ. ഞാൻ പ്രസംഗിക്കുന്ന പല സ്ഥലങ്ങളിലും ആളുകൾ എന്നെക്കുറിച്ച് കുറ്റം പറയുന്ന ഇതാണ്: ഹി ഈസ് അൺകോംപ്രമൈസിങ്. അവന് യാതൊരു മയവുമില്ല. മയമില്ല, അത് യേശുവിനുമില്ല. ഈ ശിഷ്യന്മാർ അല്ലെങ്കിൽ അവൻ്റെ പുരുഷാരം മുഴുവൻ പോയിട്ട് 12 പേര് അവശേഷിച്ചപ്പോൾ നമ്മളൊക്കെ ആരും തന്നെ പറഞ്ഞേന്, കുഞ്ഞുങ്ങളെ കണ്ടില്ലേ, നന്ദിയില്ലാത്ത വർഗം, ഞാൻ കൊടുത്തതെല്ലാം തിന്നേച്ച് ഇന്ന് ഒറ്റ ഒരുത്തനുണ്ടോയെന്ന് നോക്കിക്കേ, നിങ്ങൾ ഈ 12 പേരേ ഉള്ളൂ, നിങ്ങളെങ്കിലും പോകല്ലേ എന്നായിരിക്കും നമ്മുടെ മനസ്സിൽ. പക്ഷേ കർത്താവ് ചോദിച്ചു, എന്തിനാണ് നോക്കി നിൽക്കുന്നത്? പോകല്ലോ നിനക്കൂടെ. ഈ ടോൺ അനുസരിച്ച് വേദോസം വായിക്കണം. അല്ലാതെ എക്കോയിലൂടൊന്നും അല്ല യേശു സംസാരിക്കുന്നത്. നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ 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 എന്നൊന്നും അല്ല കർത്താവ് ചോദിച്ചത്. കർത്താവ് ചോദിച്ചു, എന്തിനാണ് നോക്കി നിൽക്കുന്നത്? പോകല്ലോ നിനക്കൂടെ. അല്ലേ? കർത്താവ് അൺകോംപ്രമൈസിങ്. കർത്താവ് പറഞ്ഞു, ഞാനുമായിട്ട് ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കാത്തവൻ എന്നെ അനുഗമിക്കേണ്ട കാര്യമില്ല, പോകാം. അപ്പം അവർ ചോദിക്കുന്നൊരു ചോദ്യം, കർത്താവേ, ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എവിടാ പോകുന്നത്? നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട്. ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ള കാര്യം ഇതാ: നിത്യജീവൻ്റെ മൊഴികൾ കഠിന വാക്കുകളാണ്. അംഗീകരിക്കാൻ മനസ്സുള്ളവൻ അംഗീകരിച്ചാൽ മതി. കാരണം യേശുവുമായി ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കാത്തവർ, യേശുവിനെ ഉള്ളിൽ കയറ്റി ഭരിക്കാൻ അനുവദിക്കാത്തവർ, അവർക്ക് നിത്യജീവനില്ല. നീ പള്ളി പോകുന്നുണ്ടായിരിക്കും, കുർബാന കൈക്കൊള്ളുന്നുണ്ടായിരിക്കും, നിങ്ങൾ ദൈവവചനം വായിക്കുന്നുണ്ടായിരിക്കും, കൊയറിലുണ്ടായിരിക്കും, പാട്ട് പാടുന്നുണ്ടായിരിക്കും. നിങ്ങൾ പാട്ട് പാടരുതെന്നോ കൊയറിൽ പോകരുതെന്നോ പള്ളി പോകരുതെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞെന്താണ്? ഉടമ്പടി ഇല്ലാതെ ഇതിലെന്തോ ചെയ്താലും ഒരു ഗുണവും ഉണ്ടാകത്തില്ല. എന്താണ് ആവശ്യം? യേശുവിനെ ഉള്ളിൽ കയറ്റണം. അവൻ മാത്രമാണ് ക്രിസ്ത്യാനി. ക്രിസ്തു ഉള്ളിലുള്ളവൻ മാത്രമാണ് ക്രിസ്ത്യാനി. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, റിസീവ് ജീസസ് ഇൻസൈഡ്. അങ്ങനെ അവൻ അകത്തേക്ക് കയറിയാൽ നമ്മുടെ പാപത്തിൻ്റെ ബാക്ടീരിയ ഒക്കെ പുറത്തു പോകും. യേശു എൻ്റെ ഉള്ളിലുണ്ടെന്ന് ചുമ്മാ പറഞ്ഞാൽ പോരാ. മുട്ടുകുത്തി എന്ന് പറഞ്ഞാലൊന്നും പോരാ. കർത്താവേ, നീ എൻ്റെ ഉള്ളിലുണ്ട്, എന്നിൽ വാ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ തെളിവ് കൊടുക്കണം. എന്താ തെളിവ്? പാപത്തിൻ്റെ ബാക്ടീരിയ പുറത്തു പോയില്ലെങ്കിൽ നീ വെറും കള്ളമാ പറയുന്നത് യേശു നിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളത്. യേശുവിനെ ഉള്ളിൽ കയറ്റിയാൽ പാപവും യേശു ഒരുമിച്ച് വസിക്കത്തില്ല. അങ്ങനെ പാപത്തെ ഉപേക്ഷിച്ച് യേശുവിനെ ഉള്ളിൽ കയറ്റുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, അവനെ ഭരിക്കുന്ന രാജാവാക്കുമെങ്കിൽ, ഇന്ന് രാത്രിയിലെ എൻ്റെ സന്ദേശം അതാണ്. പ്രൊവൈഡർ രാജാവായിട്ടല്ല, അതും ഇതുമൊക്കെ തന്ന് നിങ്ങളെ രസിപ്പിക്കുന്ന രാജാവായിട്ടല്ല, പ്രത്യുത നിന്നെ ഭരിക്കാൻ നിന്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട്, യേശുവേ എൻ്റെ മേൽ വാഴണമേ, എന്നെ ഭരിക്കണമേ, നിന്റെ ഇഷ്ടത്തിന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോകാതെ നിന്റെ കഠിന വാക്കുകൾ, യെസ്, കഠിന വാക്കുകളാ. യേശുവിൻ്റെ വാക്കുകൾ കഠിന വാക്കുകളാ.
പാപത്തോട് കോംപ്രമൈസ് ഇല്ലാത്തയാളാണ് യേശു. ഒരു പാപത്തിനും നിന്നെ വിട്ടുകൊടുക്കുവാൻ യേശുവിന് കഴിയുകയില്ല. യേശു നിന്നെ ഭരിക്കുന്നുവെങ്കിൽ നിന്റെ ഉള്ളിൽ നിന്ന് പാപത്തിന്റെ ബാക്ടീരിയ പുറത്തു ചാടുന്നത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. രോഗസൗഖ്യമൊക്കെ നല്ലതാ, പക്ഷെ പാപസൗഖ്യമാണ് വലുത്. പാപസൗഖ്യം വേണമെങ്കിൽ യേശു ഉള്ളിൽ കയറിയിരിക്കണം, അവൻ നിന്നെ ഭരിക്കണം. അങ്ങനെ യേശുവിനെ രാജാവാക്കണം, കർത്താവാക്കണം. അപ്പോഴാണ് രക്ഷ സാധ്യമായി തീരുന്നത്. പ്രിയമുള്ളവരെ, ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാമോ? താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നിങ്ങളുടെ മനസ്സൊന്ന് തുറക്കുക, കണ്ണുകളെ അടയ്ക്കുക, മനസ്സിനെ തുറക്കുക, കർത്താവിങ്കിലേക്കൊന്ന് നോക്ക്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ യേശുവിൻ്റെ പിന്നാലെ ഇതുവരെയൊക്കെ പോയത്? ഭൗതിക നന്മകൾക്ക് വേണ്ടി. മനസ്സലിവ് തോന്നി കർത്താവ് പലപ്പോഴും അത് നിങ്ങൾക്ക് തന്നു, രോഗസൗഖ്യം തന്നു. കർത്താവ് രോഗസൗഖ്യമാക്കത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ യേശുവിനെ അതിനുവേണ്ടി അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. തലയില്ലാത്ത ശരീരത്തെ ചികിത്സിക്കുന്നത് പോലെ ഇന്നത്തെ വ്യാജ സുവിശേഷകർ നിത്യജീവനെക്കുറിച്ച് സംസാരിക്കാതെ ഭൗതിക നന്മകളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന വഞ്ചനയിൽ നിങ്ങൾ പെട്ടുപോകരുത്. പകരം ഇന്ന് രാത്രിയിൽ യേശുവിനെ ഒരു പ്രൊവൈഡർ രാജാവായിട്ടല്ല, പ്രത്യുത ഭരിക്കുന്ന ഒരു റൂളിംഗ് കിങ് ആയിട്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിപ്പിച്ച് ഒരു പുതിയ ജീവിതം ജീവിക്കുവാൻ, പാപത്തിൻ്റെ എല്ലാ ബാക്ടീരിയകളെയും പുറത്ത് തള്ളിക്കളയുവാൻ നിങ്ങൾ തയ്യാറാണോ? എത്ര പേര് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയും, കർത്താവേ, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി, എനിക്ക് ചില ഭൗതിക നന്മകൾ തരുവാനാണ് നീ ഭൂമിയിലേക്ക് വന്നതെന്ന്. അല്ല കർത്താവേ, നീ എൻ്റെ പാപങ്ങളെ വീണ്ടെടുക്കുവാൻ, എനിക്ക് നിത്യജീവനെ നൽകുവാൻ, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ പ്രവർത്തിപ്പാൻ എന്നെ സഹായിക്കണമേ. അത് നീ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നീ ജീവൻ്റെ അപ്പമാണെന്ന് ഞാൻ അറിയുന്നു. യേശുവേ, എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ. ജീവൻ്റെ അപ്പമേ, ഞാൻ നിന്നെ ഒന്ന് ഭക്ഷിക്കട്ടെ, എൻ്റെ ജീവിതം രൂപാന്തരപ്പെടട്ടെ, ഒരു പുതിയ ജീവിതം എനിക്ക് വേണം കർത്താവേ. നീ രാജാവായി എന്നെ ഭരിക്കുന്ന അവസ്ഥ ഞാൻ ഏറ്റെടുക്കുന്നു. എത്ര പേര് ദൈവസന്നിധിയിൽ പറയും? കരങ്ങളെ ഉയർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ പറ, കർത്താവേ, എന്നെ വാഴണമേ. കർത്താവേ, എൻ്റെ മേൽ നീ കർത്തൃത്വം നടത്തണമേ. കർത്താവേ, ഒരു പ്രൊവൈഡർ രാജാവായിട്ടല്ല, പ്രത്യുത എന്നെ ഭരിക്കുന്ന രാജാവായിട്ട് ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. യേശുവേ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വരണമേ. കർത്താവേ, ജീവന്റെ അപ്പമായ നിന്നെ ഞാൻ ഭക്ഷിക്കുന്നു. കർത്താവേ, എന്നിലേക്ക് നിത്യ ജീവനെ പകർന്നു തരണമേ. ഉടമ്പടിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ഒരു പുതിയ ജീവിതത്തിന് എന്നെ പ്രാപ്തമാക്കണമേ. കർത്താവേ, ഇന്നു മുതൽ നീ എന്നെ ഭരിക്കണമേ. ഒരു പുതിയ ജീവിതം എനിക്ക് നൽകണമേ.